നമസ്കാരം. ജ്യോതിഷ പ്രോഗ്രാമിലേക്ക് സ്വാഗതം. ഇന്ന് 2024 ജൂൺ 2 മുതൽ ജൂൺ 8 വരെയുള്ള ഒരാഴ്ചക്കാലത്തെ 27 നക്ഷത്രക്കാരുടെയും ശുഭാശുഭ ഫല സൂചനകളും പരിഹാര നിർദ്ദേശങ്ങളുമാണ് ഉൾപ്പെടുത്തിയിട്ടുള്ളത്. ഭാരതീയ ആചാരപ്രകാരമുള്ള വളരെ ലളിതമായിട്ടുള്ള പരിഹാര നിർദ്ദേശങ്ങളാണ്. ജപധ്യാനാദികൾ, ക്ഷേത്രാധികാരികൾ, അത് ക്ഷേത്ര ദർശനം. ഇപ്പോൾ നമ്മൾ ശ്രദ്ധിക്കാനുള്ളൊരു കാര്യം, ക്ഷേത്രത്തിൽ പോകുമ്പോൾ ഒരു 48 മിനിറ്റ്, അതായത് ഒരു മുഹൂർത്തകാലം ക്ഷേത്രത്തിനുള്ളിൽ നിന്ന് പ്രാർത്ഥിക്കണം എന്നുള്ളതാണ്. ദേവചൈതന്യ പ്രവാഹം നമ്മുടെ സൂക്ഷ്മ ശരീരത്തിലേക്ക് പ്രവേശിക്കുവാനുള്ള ആചാര്യന്മാർ പറയുന്നതാണ്. ഏറ്റവും കുറഞ്ഞ സമയം ഒരു മുഹൂർത്തകാലമാണ് എന്നാണ് പറയുന്നത്. അപ്പോൾ ക്ഷേത്രത്തിനുള്ളിൽ ഒരു 48 മിനിറ്റ് അവിടെ നിന്ന് പ്രാർത്ഥിക്കുക. പഴയ ക്ഷേത്രങ്ങളിലൊക്കെ പോയി കഴിഞ്ഞാൽ അറിയാലോ, ഇരിക്കപ്പീഠ, അവിടെ ഇരിക്കാനുള്ള സ്ഥാനം തന്നെ ഉണ്ടാവും എന്നുള്ളതാണ്. ഇപ്പോൾ പലപ്പോഴും അതിനെ വളരെ ശ്രദ്ധ കൊടുത്ത് കാണുന്നില്ല. അപ്പോൾ അതുകൊണ്ട് സമർപ്പണം ഉണ്ടാകാൻ വേണ്ടിയിട്ടും നമ്മളൊരു കോൺടാക്റ്റ് എസ്റ്റാബ്ലിഷ് ചെയ്യുക എന്നൊക്കെ പറയുമല്ലോ. ക്ഷേത്രത്തിലൊരു കോൺഷ്യസ്നെസ്സാണ്, ഒരു ബോധമാണ്. അപ്പോൾ അതുമായിട്ടൊരു കോൺടാക്റ്റ് നമുക്ക് എസ്റ്റാബ്ലിഷ് ചെയ്യാൻ, ഒരു കണക്റ്റ് നമ്മൾ പറയുമല്ലോ, എസ്റ്റാബ്ലിഷ് ചെയ്യണം എന്നുണ്ടെങ്കിൽ നമ്മൾ കുറേ സമയം അവിടെ ധ്യാന നിരതനായിട്ടിരിക്കുക തന്നെ വേണം എന്നുള്ളതാണ്. നാമജപാദികൾ കൊണ്ട് ആണ്, ആ ഒരു വൈബ്രേഷൻ ലെവൽ കൊണ്ടാണ് കോൺഷ്യസ്നെസ്സുമായിട്ട് നമ്മളൊരു കണക്റ്റ് എസ്റ്റാബ്ലിഷ് ചെയ്യേണ്ടത്. അപ്പോൾ അങ്ങനെ ഒരു കണക്റ്റ് ഉണ്ടായി കഴിയുമ്പോഴാണ് നമുക്ക് ആഗ്രഹ സാഫല്യം ഉണ്ടാകുന്നത്. അതുകൊണ്ടാണ് ചിലർക്കൊക്കെ എളുപ്പം അത് സാധിക്കും, ചിലർക്ക് അല്പം വൈകും. അപ്പോൾ അത് ഒരാളുടെ കോൺസെൻട്രേഷൻ ലെവൽ, അതായത് ആചാര്യന്മാർ പറയുന്ന ആ സമർപ്പണ മനോഭാവം പൂർണ്ണമാകുമ്പോഴാണ് ആഗ്രഹ സാഫല്യം ഉണ്ടാകുന്നത് എന്നുള്ളതാണ് അതിൻ്റെ ഒരു വിശ്വാസം. അതിന് പലപ്പോഴും ചിലർക്ക് അത് ഈ കോൺസെൻട്രേഷൻ ലെവൽ കുറവായിരിക്കും. പഠിക്കുന്ന കാര്യങ്ങളിൽ ചില കുട്ടികൾക്ക് 100 ടൈംസ് വായിച്ചാലേ അത് ബൈ ഹാർട്ട് ചെയ്യാൻ പറ്റുള്ളൂ. ചില കുട്ടികൾക്ക് 2-3 പ്രാവശ്യം വായിച്ചാൽ മതി അത് ബൈ ഹാർട്ട് ചെയ്യാൻ പറ്റും. അപ്പോൾ അങ്ങനെ ഈ കോൺസെൻട്രേഷൻ ലെവൽ വേരീസ് ഫ്രം പേഴ്സൺ ടു പേഴ്സൺ എന്നുള്ളതാണ്. അപ്പോൾ ഒരു ഇൻഡിവിജ്വൽ ഡിഫറൻസ് ഉണ്ട്. ആ വേരിയബിൾ ഈസ് വെരി ഇമ്പോർട്ടൻറ്റ്. അതുകൊണ്ടാണ് ചിലർ പറയുമോ, ഞാൻ എത്ര പ്രാർത്ഥിച്ചിട്ട് ഒരു ഫലമില്ല എന്ന് പറയുമ്പോൾ, ഈ പ്രാർത്ഥിക്കുന്നവർ പ്രാർത്ഥനയിൽ നിന്ന് ഒരിക്കലും പിന്മാറരുത്. ഇത് പഠിക്കുന്നത് പോലെയാണ്. ചില കുട്ടിയോ, ഞാൻ 100 പ്രാവശ്യം വായിച്ചിട്ടും എനിക്ക് ബൈ ഹാർട്ട് ചെയ്യാൻ പറ്റിയില്ല എന്ന് വെച്ച് ഇപ്പോൾ ഇത് കാണുന്ന ഒരാൾക്കത് കഴിഞ്ഞുകൂടായികയില്ല. ഒരു പ്രാർത്ഥിച്ചു കഴിഞ്ഞാൽ ഒരു പക്ഷേ പെട്ടെന്ന് തന്നെ വളരെ വേഗത്തിൽ തന്നെ ഫലം വരാനുള്ള ഭാഗ്യമുണ്ടാകാം. പഠിക്കുന്ന പോലെയാണ് എല്ലാ കാര്യങ്ങളും. നമ്മുടെ അക്കാഡമിക്സ് പോലെ തന്നെയാണ് പ്രാർത്ഥനയും സമർപ്പണവും ഒക്കെ അങ്ങനെ തന്നെയാണ് എന്നുള്ള കാര്യം മനസ്സിലാക്കിക്കൊണ്ടാണ് മുന്നോട്ട് പോകേണ്ടത്. അതുകൊണ്ടാണ് ഈ ജ്യോതിഷ കാര്യങ്ങളിൽ വളരെ ഒരു രഹസ്യ സ്വഭാവം, ഗോപ്യ സ്വഭാവമുണ്ട്. പഴയ ആചാര്യന്മാരും ജ്യോതിഷികളും ഒക്കെ ഫലം പറയുമ്പോൾ, പരിഹാര നിർദ്ദേശം കൊടുക്കുമ്പോഴൊന്നും ആരെയും പ്രശ്ന രാശി അങ്ങോട്ട് മുന്നോട്ട് പോകുമ്പോൾ അവിടെ ഇരുത്തില്ല, ഉപാസനാ സ്ഥാനത്ത് ഇരുത്തില്ല. പുറത്ത് പൊക്കോളൂ എന്ന് പറഞ്ഞാൽ ആൾ മാത്രം ഇരുന്നാൽ മതി എന്ന് പറയുന്നതിൻ്റെ പിന്നിലെ കാരണം ഇതാണ്. അന്യരത് അറിയേണ്ട എന്നുള്ളതാണ്. ആരായാലും അറിയേണ്ട കാര്യമില്ല. പ്രത്യേകിച്ച് പരിഹാര നിർദ്ദേശങ്ങൾക്ക് വളരെ രഹസ്യ സ്വഭാവമുണ്ട്. അതിപ്പോൾ ക്ഷേത്രത്തിൽ നമ്മളൊരു അർച്ചനയായാലും ദർശനമായാലും ജപധ്യാനാദി ആയാലും അത് ആരോടും പറയേണ്ട കേട്ടോ, ഇത് ഒരു രഹസ്യ സ്വഭാവമുള്ള കാര്യമാണ് എന്ന് പലപ്പോഴും ആചാര്യന്മാർ പറയുന്നതിൽ പല അർത്ഥതലങ്ങളുണ്ടാകും. അത് നമ്മൾ ആലോചിച്ച് കഴിഞ്ഞാൽ മനസ്സിലാക്കാവുന്നതേ ഉള്ളൂ. അപ്പോൾ ഇതൊക്കെ മനസ്സിൽ വെച്ചുകൊണ്ട് വേണം ഈ പ്രോഗ്രാമിൽ പരിഹാര നിർദ്ദേശങ്ങൾ പാലിക്കുവാൻ. പല പ്രാവശ്യം ആവർത്തിച്ച് പറഞ്ഞിട്ടുണ്ട്, ഇത് സൂചനകൾ മാത്രമാണ്. ഗ്രഹസ്ഥാനങ്ങൾ പറയുന്ന അല്ലെങ്കിൽ സൂചിപ്പിക്കുന്ന കാര്യങ്ങൾ ഇവിടെ പറയുന്നു എന്നേ ഉള്ളൂ. അതിനകത്ത് സർട്ടൻറ്റി ഫാക്ടറല്ല. നമ്മൾ ആ ഗ്രഹസൂചനകൾക്കനുസരിച്ചിട്ടുള്ള പരിഹാര നിർദ്ദേശങ്ങൾ എത്ര ഫലപ്രദമായിട്ട് ചെയ്യുന്നുവോ അതിനനുസരിച്ചിട്ടുള്ള ഫലമായിരിക്കും നമുക്ക് ലഭിക്കുക. അത് പല ദോഷങ്ങൾക്കും പരിഹാരം സമർപ്പണ മനോഭാവത്തോടെ അനുഷ്ഠിക്കുന്നതുകൊണ്ട് ദോഷഫലങ്ങൾ കുറയുമെന്നും, ശുഭഫലങ്ങളിൽ തന്നെ ആ സൂചനകൾ പൂർണ്ണമായിട്ടും എത്തുവാൻ വേണ്ടിയിട്ട് ചിലപ്പോൾ പലതരത്തിലുള്ള തടസ്സങ്ങൾ വരാം. ആ തടസ്സങ്ങളൊക്കെ കുറയ്ക്കുവാനോ നീക്കുവാനോ ആയിട്ടാണ് പ്രാർത്ഥനകൾ പറയുന്നത് എന്നുള്ള കാര്യം പ്രത്യേകിച്ചറിയാം. അപ്പോൾ ഈ പ്രാർത്ഥന അനുഷ്ഠിക്കുമ്പോൾ അന്യരുടെ അഭിപ്രായം സ്വീകരിക്കേണ്ട കാര്യമില്ല. ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഇൻഡിവിജ്വൽ വേരിയേഷൻ ഉണ്ട്. ചില കുട്ടികൾക്ക് പഠിച്ചാൽ പെട്ടെന്ന് മനസ്സിലാവും, ചിലർക്ക് പ്രാർത്ഥിച്ചു കഴിഞ്ഞാൽ പെട്ടെന്ന് സാധിക്കും, ചിലർക്ക് വൈകും. അപ്പോൾ ഈ സത്യം മനസ്സിലാക്കി വേണം പ്രാർത്ഥനയിലൂടെ മുന്നോട്ട് പോകേണ്ടത് എന്നുള്ള കാര്യം പ്രത്യേകിച്ചറിയാം. ഇനി രാശിഫലത്തിലേക്ക് കടക്കാം. ആദ്യമായി മേടം രാശി, അശ്വതി, ഭരണി, കാർത്തിക ആദ്യത്തെ കാൽഭാഗം.
ചൊവ്വയുടെ ഒരു സ്ഥിതി നോക്കുമ്പോൾ ആരോഗ്യകാര്യങ്ങളിൽ ഒരു ശ്രദ്ധ വേണം എന്നുള്ളതാണ് ഏറ്റവും പ്രധാനം. ഹൈ സ്പീഡ് ഡ്രൈവിംഗ്, റൈഡിംഗ് ഇവ കഴിയുന്നതും ഒഴിവാക്കുക, അതും വളരെ പ്രധാനമാണ്. യങ്സ്റ്റേഴ്സൊക്കെ ഈ കൂട്ടുകെട്ടോടു കൂടിയിട്ട് രാത്രികാല സഞ്ചാരം അവയും ഒഴിവാക്കുന്നതായിരിക്കും നല്ലത്. പ്രായഭേദമന്യേ ഡ്രൈവിംഗ്, റൈഡിംഗ്, ഹൈ സ്പീഡ് ഡ്രൈവിംഗ് വേണ്ട, അഡ്വഞ്ചറസ് ട്രിപ്സ് ഒഴിവാക്കുക, ഇത് വളരെ പ്രധാനം. അതുപോലെ കോപ സ്വഭാവമുള്ളവർക്ക് അമിത കോപം വരാം എന്നുള്ളതാണ്. അപ്പോൾ ഗൃഹത്തിൽ സംസാരമൊന്നും നിയന്ത്രിക്കുക. ഓഫീസിലായാലും അനാവശ്യമായിട്ടുള്ള കാര്യങ്ങളിൽ ഇടപെടാണ്ടിരിക്കുക. പലപ്പോഴും ജോലിയിൽ ചില പ്രയാസങ്ങൾ വരാം എന്നുള്ളതാണ്. നമ്മുടെ വർക്കിൽ സുപ്പീരിയർ ഓഫീഷ്യൽസ് അത്രത്തോളം അങ്ങോട്ട് സാറ്റിസ്ഫൈഡ് ആകണം എന്നില്ല, നമ്മുടെ ശ്രദ്ധ ഒന്ന് മാറാം എന്നുള്ളതാണ് അതിൻ്റെ ഒരു സൂചന. അത് ഇമ്പൾസീവായിട്ടുള്ള നമ്മുടെ റിയാക്ഷൻ കൊണ്ട് ഒരുപക്ഷെ നമ്മുടെ ജോലിയിൽ ചെറിയ പ്രയാസങ്ങൾ വരുവാനുള്ള സാധ്യതയുണ്ട്. മാത്രമല്ല ജോലി സ്ഥലത്ത് സംസാരം, അന്യരുടെ കാര്യങ്ങളിൽ ഇടപെടുന്നത്, പൊതുകാര്യങ്ങളിൽ അഭിപ്രായം പറയുന്നതൊക്കെ കഴിയുന്ന ഒന്ന് കുറച്ചോളുക. അത് നമുക്ക് പ്രയാസങ്ങൾ ഉണ്ടാക്കാം, പിന്നീട് പ്രയാസങ്ങൾ ഉണ്ടാക്കുവാനുള്ള സാധ്യതയുമുണ്ട്. അതുപോലെ അയൽവക്കക്കാരെ കൊണ്ടുമൊക്കെ ചെറിയ പ്രയാസങ്ങൾ വരാം. അവിടെയൊക്കെ സംസാരം ഒന്ന് നിയന്ത്രിക്കുന്നത് നല്ലതാണ്. നിയമപരമായിട്ടുള്ള പ്രയാസങ്ങളിലേക്ക് ചില കാര്യങ്ങൾ പോകുവാനുള്ള സാധ്യതയുണ്ട്. അതുകൊണ്ടാണ് ട്രാഫിക് ഒഫൻസൊക്കെ വരാണ്ട് പ്രത്യേകം ശ്രദ്ധിക്കണം. ജീവിത പങ്കാളിയുമായിട്ടൊക്കെ വളരെ സ്നേഹത്തോടുകൂടി ഒത്തൊരുമയോടുകൂടി പോകേണ്ട ഒരു കാലമാണ്. മറ്റു കാര്യങ്ങൾക്കൊക്കെ അനുകൂലമായിട്ടുള്ള സമയമാണ്. അതായത് സാമ്പത്തികമായിട്ടുള്ള കാര്യങ്ങളൊക്കെ ഒന്ന് മെച്ചപ്പെടും, വരുമാനം ഒന്ന് വർദ്ധിക്കും, പുതിയ ജോലിക്കുള്ള സാധ്യതയോ പ്രൊമോഷൻ സാധ്യതയോ ഒക്കെ വരും. ഇങ്ങനെയുള്ള കാര്യങ്ങൾക്കൊക്കെ അനുകൂലമാണ്. പഴയ വലിയ കടമൊക്കെ ഉള്ളവർക്ക് അതൊന്ന് കുറയ്ക്കാനുള്ള അവസരവും വരും. പലരും ഇങ്ങനെ ചോദിക്കാറുണ്ട്, സമയമൊക്കെ നല്ലതാണെന്ന് പറയുന്നുണ്ട്, പക്ഷേ എന്താ ഇപ്പോൾ കടം തന്നെയാണ്. അതിന് പ്രധാന കാരണം എന്താണ്? പണ്ടുണ്ടാക്കി വെച്ച ബാധ്യതയാണ്. നമ്മൾ ബുദ്ധിപൂർവ്വം ചിന്തിച്ചു കഴിഞ്ഞാൽ, ബുദ്ധിപൂർവ്വം മുന്നോട്ട് പോയി കഴിഞ്ഞാൽ പലപ്പോഴും ഈ വലിയ ബാധ്യതയൊന്നും ജീവിതത്തിൽ വരാതെ നമുക്ക് ഒഴിവാക്കുവാൻ കഴിയുമായിരുന്നു. അപ്പോൾ പെട്ടെന്ന് നല്ല സമയം വന്നാൽ ഈ പഴയ ബാധ്യതയുള്ളവർക്ക് അതങ്ങോട്ട് അനുഭവേദ്യമാകണം എന്നില്ല എന്നുള്ള കാര്യം പ്രത്യേകിച്ച്. അതിനെന്താ ചെയ്യുക? നമ്മൾ പ്രാർത്ഥന കൊണ്ട് ആ ദോഷങ്ങളൊക്കെ അങ്ങോട്ട് മാറ്റുക. മഹാലക്ഷ്മി പ്രീതി വരുത്തിക്കോളൂ. ബാധ്യത, കടമൊക്കെ ഉള്ളവർ മഹാലക്ഷ്മി സ്തോത്രം ജപിച്ചോളൂ. എല്ലാ പ്രയാസങ്ങളും നീങ്ങും എന്നുള്ളതിൽ സംശയം വേണ്ട. പൊതുവെയുള്ള അനുകൂല ഭാവത്തിലെ തടസ്സങ്ങൾ നീക്കുവാനായി അടുത്തുള്ള മഹാഗണപതിയെ ദിവസവും വണങ്ങുക, ഒരു നാളികേരോടെ സമർപ്പിച്ചോളൂ. എല്ലാ പ്രയാസങ്ങളും നീങ്ങും എന്നുള്ളതിൽ സംശയം വേണ്ട. സന്തോഷമായിരിക്കും. ഇടവം രാശി കാർത്തിക അവസാനത്തെ 1/4 ഭാഗം, രോഹിണി മകയിരം ആദ്യത്തെ പകുതി ഭാഗം. ആരോഗ്യകാര്യങ്ങളിൽ ഒരു ശ്രദ്ധ ഉണ്ടായിരിക്കണം. ശയനസുഖക്കുറവെന്നൊക്കെ പറയും. അതായത് നമ്മൾ ഉറക്കത്തിൽ എന്തെങ്കിലും ഡിസ്റ്റർബൻസ് വരാം. ഈ ആസ്മ അങ്ങനെയൊക്കെയുള്ള ചെറിയ പ്രയാസങ്ങളുള്ളവർ ആരോഗ്യകാര്യങ്ങളിൽ ഒന്ന് ശ്രദ്ധിച്ചോളൂ. ഇൻഫെക്ഷൻ പ്രോൺനെസ് വരാം. കണ്ണുകൾക്ക് ചെറിയ പ്രയാസങ്ങൾ, ഇടത് കണ്ണിനോ ഒക്കെ ചെറിയ പ്രയാസങ്ങൾ വരുന്ന ഒരു കാലമായതുകൊണ്ട് ആരോഗ്യ കാര്യങ്ങളിൽ ഒരു പ്രത്യേകം ശ്രദ്ധ വേണം എന്നുള്ള കാര്യം അറിഞ്ഞിരിക്കുക. കുടുംബത്തിൽ ആർക്കെങ്കിലും ചെറിയ പ്രയാസങ്ങളോ അതായത് പണത്തിന് ആവശ്യം വരാം. അപ്പോൾ നമ്മുടെ കയ്യിൽ നമ്മൾ മാറ്റി വെച്ചിരിക്കുന്ന പണം എടുത്ത് ചിലവാക്കേണ്ടതായിട്ടുള്ള ചില സാഹചര്യങ്ങൾ വരാം. അത്യാവശ്യത്തിന് പണം വേണ്ടി വരാം എന്നുള്ളതുകൊണ്ട് അല്പം പണം മാറ്റിവെക്കുന്നതും വളരെ നല്ലതാണ്. ആഡംബരങ്ങൾ പൂർണ്ണമായിട്ടും ഒഴിവാക്കുക. വാഹനത്തിന് നമ്മൾ ഡെക്കറേഷനോ വീടിന് റിപ്പയർ വർക്കോ ഒക്കെ ചെയ്യുന്നത് അത്യാവശ്യമില്ലെങ്കിൽ മാറ്റിവെക്കുന്നതായിരിക്കും നല്ലത്. കാരണം അധിക പണച്ചെലവും പ്രയാസങ്ങളുടെ ഒരു സൂചനയും കാണുന്നു എന്നുള്ള കാര്യം പ്രത്യേകിച്ച് അറിയുക. ചെലവുകൾ നിയന്ത്രിക്കണം. വാഹനം കൊണ്ട് അധിക പണച്ചെലവ് വരാനുള്ള ഒരു സൂചനയുണ്ട്. അപ്പോൾ അതുപോലെ തന്നെ വാഹനം മാത്രമല്ല, ഗൃഹത്തിനും അൺഎക്സ്പെക്റ്റഡ് ആയിട്ടുള്ള എന്തെങ്കിലും വാട്ടർ റിലേറ്റഡ് ആയിട്ടുള്ള അല്ലെങ്കിൽ ഇലക്ട്രിസിറ്റി റിലേറ്റഡ് ആയിട്ടുള്ള വൈദ്യുതി റിലേറ്റഡ് ആയിട്ടുള്ള അപ്രതീക്ഷിതമായിട്ടുള്ള ചിലവ് വരാനുള്ള സാധ്യതയുണ്ട്. വിവാഹ കാര്യങ്ങളിലും ഇങ്ങോട്ട് വന്ന വിവാഹം തന്നെ ചിലപ്പോൾ മറുപടി ഉണ്ടാവില്ല. അപ്പോൾ അതിലൊരു ടെൻഷനൊക്കെ വരാം. വിവാഹപ്രായമെത്തിയ കുട്ടികൾക്ക് പൊതുവെ പ്രതീക്ഷിക്കാത്ത സമയത്തൊരു കാര്യതടസ്സം വരാം. അവരുടെ മാതാപിതാക്കൾക്ക് അല്പം ടെൻഷൻ വന്നു ചേരാനുള്ള സാധ്യതയും ഈ വാരം കാണുന്നു. ഇത്തരത്തിലുള്ള പ്രയാസങ്ങളൊക്കെ കുറയ്ക്കുവാനായി ദൈവാധീനം വരുത്തുക എന്ന് പറയും. ദൈവാധീനം വരുത്തുവാനായിട്ട് വ്യാഴാഴ്ചകളിൽ വിഷ്ണു ക്ഷേത്ര ദർശനം നടത്തിക്കൊള്ളൂ എന്ന് മാത്രമല്ല, ശ്രീ മഹാവിഷ്ണു അഷ്ടോത്തര ശതനാമാവലി ഭക്തിപൂർവ്വം കിഴക്ക് ദർശനമായിട്ട് ജപിച്ചോളൂ. സാമ്പത്തിക പ്രശ്നങ്ങൾ ഉൾപ്പെടെയുള്ള പ്രയാസങ്ങളും വിവാഹ കാര്യാദികളിലുള്ള തടസ്സങ്ങളും ഓഫീസിലെ പ്രയാസങ്ങളും നീങ്ങും എന്നുള്ളതിൽ സംശയം വേണ്ട. സന്തോഷമായിരിക്കുക. മിഥുനം രാശി മകയിരോസന്റെ പകുതി ഭാഗം, തിരുവാതിര പുണർദം ആദ്യത്തെ 1/4 ഭാഗം.
ഈ രാശിയിൽ ജനിച്ചവർക്ക് പൊതുവെ കോപ സ്വഭാവം, ഇമ്പൾസീവ് നേച്ചർ ഇവ ഏറിയിരിക്കുന്ന ഒരു വാരമാണ് എന്നുള്ളതാണ്. ഇമ്പൾസീവ് നേച്ചർ എന്ന് വെച്ചാൽ എടുത്തു ചാടി ചിന്തിക്കാതെ പ്രവർത്തിക്കുക, ചിന്തിക്കാതെ അഭിപ്രായം പറയുക, ഇതിനൊക്കെയുള്ള സാധ്യത ഏറെയുള്ള ഒരു സമയമാണ് എന്നുള്ള കാര്യം പ്രത്യേകിച്ച് അറിയാം. അപ്പോൾ അതുകൊണ്ട് തന്നെ സംയമനം പാലിക്കേണ്ടത് അത്യാവശ്യം, പ്രത്യേകിച്ച് ഗൃഹത്തിൽ ജീവിത പങ്കാളിയുമായിട്ടൊക്കെ അഭിപ്രായ വ്യത്യാസം വരാതെ ശ്രദ്ധിക്കേണ്ട ഒരു വാരമാണ് എന്ന് പ്രത്യേകിച്ച് അറിയാം. അതുപോലെ പാർട്ടിഷനുമായി ബന്ധപ്പെട്ട ചെറിയ പ്രയാസങ്ങൾ കുടുംബത്തിൽ വരാം, അല്ലെങ്കിൽ വസ്തുതർക്കത്തിലേക്കൊക്കെ കാര്യങ്ങൾ നീങ്ങാതെ പ്രത്യേകം ശ്രദ്ധിക്കേണ്ട ഒരു കാലവുമാണെന്ന് അറിഞ്ഞിരിക്കണം. അതാണ് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം. സീനിയേഴ്സുമായിട്ടൊക്കെയുള്ള സംഭാഷണത്തിൽ വളരെ നിയന്ത്രണം പാലിക്കുകയും അഭിപ്രായങ്ങൾ മുഖത്ത് നോക്കിയൊക്കെ പറയാതിരിക്കേണ്ട ഒരു കാലവുമാണ്. അതിൽ നമ്മളൊരു ശ്രദ്ധയുണ്ടെങ്കിൽ, കോഷൻ ഉണ്ടെങ്കിൽ അങ്ങനെയുള്ള പ്രയാസങ്ങൾ വരില്ല. ഓഫീസിൽ സുപ്പീരിയർ ഒഫീഷ്യൽസുമായിട്ട് സംസാരിക്കുമ്പോഴും ഒക്കെ ഈ കാര്യം മനസ്സിലുണ്ടാകണം. കാരണം ജോലി മാറ്റത്തിനുള്ള ഒരു സാധ്യതയുണ്ട്. ആ മാറ്റം അത്ര അങ്ങോട്ട് അനുകൂലമായി കൊള്ളണം എന്നില്ല. ഇപ്പം അനുകൂലമായിട്ടുള്ള ഒരു ട്രാൻസ്ഫറോ അല്ലെങ്കിൽ പ്രൊമോഷനോ പ്രതീക്ഷിക്കുകയാണെന്നുണ്ടെങ്കിൽ അതിലും ചെറിയ കാര്യതടസ്സമൊക്കെ വരാം. എന്നാലും സാമ്പത്തികമായിട്ട് വലിയ പ്രയാസങ്ങളില്ല, വരുമാനമൊക്കെ ഉണ്ടാവും. ബാധ്യതയുള്ളവർക്കായിരിക്കും പ്രയാസങ്ങൾ. അല്ലാണ്ട് പൊതുവെയുള്ളൊരു ഉയർച്ചയുടെ സാധ്യതയുണ്ട്. ചെറിയ ചെറിയ വരുമാന മാർഗ്ഗങ്ങളിലൊരു വർധനവ്, ഏജൻസി ബിസിനസ്സൊക്കെ നടത്തുന്നവരും ഈ ഡിസ്ട്രിബ്യൂഷൻ വർക്കൊക്കെ നടത്തുന്നവർക്കും ഒക്കെ ഭേദപ്പെട്ട രീതിയിലുള്ള വരുമാനം ഉണ്ടാകാം. ഈ സ്ട്രീറ്റ് വെൻഡേഴ്സ് എന്നൊക്കെ പറയുമല്ലോ, നമ്മൾ പൊതുവെയുള്ള ചെറിയ കച്ചവടക്കാർക്കൊക്കെ വരുമാനം കൂടുതൽ അനുഭവപ്പെടും. എന്നാൽ ചിലവ് അതുപോലെ തന്നെ ഉണ്ടാവുകയും ചെയ്യും എന്നുള്ളതുകൊണ്ട് ഈ വരുമാനം കൂടുതൽ പലപ്പോഴും അനുഭവേദ്യമാകണമെന്നില്ല. പക്ഷേ എന്തായാലും വരുമാനം കൂടുതൽ ഈ ചെറിയ കച്ചവടമൊക്കെ നടത്തുന്നവർക്ക് ഉണ്ടാകാനുള്ള സാധ്യതയുണ്ട്. വാഹനവുമായിട്ട് ബന്ധപ്പെട്ട ബിസിനസ് ചെയ്യുന്നവരൊക്കെ വാഹനത്തിന് ചെറിയ പ്രയാസങ്ങൾ, വാഹനം കൊണ്ട്, അതായത് ഇപ്പോൾ ഡ്രൈവിംഗ് ഒക്കെ നടത്തുന്നവർ അല്ലെങ്കിൽ വാഹനം ഓൺ ചെയ്തിട്ട് റെൻ്റ് ഔട്ട് ചെയ്യുന്നവർ, അവരൊക്കെ ഒന്ന് ശ്രദ്ധിക്കേണ്ട ഒരു കാലമാണ്. കാരണം വാഹന യാത്രയുമായിട്ട് ബന്ധപ്പെട്ട അൺഎക്സ്പെക്റ്റഡ് ആയിട്ടുള്ള ചിലവുകൾ ഏറി വരുന്ന ഒരു വാരമാണെന്ന് പ്രത്യേകിച്ച് അറിയാം. വിവാഹ കാര്യങ്ങൾക്ക് അത്ര ശുഭകരമായിട്ടുള്ള ഒരു കാലമല്ല. അപ്പോൾ അതുകൊണ്ട് തന്നെ വിവാഹാലോചന വരുമ്പോൾ ജാതകപ്പൊരുത്തവും കാരണവസ്ഥാനീയരുടെയും ആചാര്യന്മാരുടെയും ഒക്കെ അഭിപ്രായം സ്വീകരിച്ചതിന് ശേഷം മാത്രം വിവാഹ നിശ്ചയത്തിലേക്ക് പോവുക എന്നുള്ളതാണ്. വിവാഹ നിശ്ചയത്തിൽ ഇത്തരത്തിലുള്ള കണ്ടീഷൻസൊക്കെ പാലിച്ചു വേണം പോകേണ്ടത്. കാരണം പലതരത്തിലുള്ള മുടക്കം, തടസ്സമൊക്കെ വരാം. അതിന് സൂചനയുണ്ട്. പ്രത്യേകിച്ച് ചൊവ്വാദോഷം, രാഹുദോഷം, ശനിദോഷം ജാതകത്തിലുണ്ട് എന്നുണ്ടെങ്കിൽ വിവാഹം ഇങ്ങനെ മുന്നോട്ട് പോകുമ്പോൾ ചിലപ്പോൾ ചെറിയ തടസ്സങ്ങളൊക്കെ വന്നു ചേരാം, അഭിപ്രായ വ്യത്യാസം വന്നു ചേരാം. അപ്പോൾ അതിലൊക്കെ ഒരു നിയന്ത്രണം വരണം. വിവാഹവുമായിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങളിലെ തടസ്സങ്ങൾ നീക്കുവാനായിട്ട് ശിവക്ഷേത്ര ദർശനം അത്യാവശ്യമാണെന്നുള്ളതാണ്. ഞായർ, തിങ്കൾ ദിവസങ്ങളിൽ ശിവക്ഷേത്ര ദർശനം നടത്തി അവിടെ ഒരു പുഷ്പാഞ്ജലി കഴിയുമെങ്കിൽ കഴിപ്പിക്കുക. അവിടെ കൂവളമാല സമർപ്പിക്കുന്നതും വളരെ നല്ലതാണ്. തിരുവാതിര നക്ഷത്രത്തിൽ ജനിച്ചവർക്ക് പ്രത്യേകിച്ചും കുടുംബ ബന്ധങ്ങളിലുള്ള ചെറിയ അകൽച്ചയോ ശൈഥില്യമോ കോപസ്വഭാവം കൊണ്ടുള്ള മാനസിക വിഷമോ ഒക്കെ വരാനുള്ള സാധ്യത ഏറെയാണെന്നുള്ളതുകൊണ്ട് അവർ പ്രത്യേകം ഒന്ന് ശ്രദ്ധിക്കേണ്ടത് അത്യാവശ്യം. പുണർദം നക്ഷത്രത്തിൽ ജനിച്ചവർക്ക് സന്തതിയുമായിട്ട് ബന്ധപ്പെട്ട് ചെറിയ പ്രയാസങ്ങൾ, അവരുടെ എഡ്യൂക്കേഷൻ അല്ലെങ്കിൽ അവരുടെ വൈകാരികമായിട്ടുള്ള കാര്യങ്ങളിൽ ചെറിയ പ്രയാസങ്ങൾ വന്നു ചേരുവാനുള്ള സാധ്യത ഏറെയാണ് എന്നുള്ള കാര്യവും പ്രത്യേകിച്ച് അറിഞ്ഞ് മുന്നോട്ട് പോകുന്നതുകൊണ്ട് പ്രയാസങ്ങൾ അത്രത്തോളം ലഘൂകരിക്കുവാൻ കഴിയും എന്ന് മനസ്സിലാക്കുക. ഓം നമഃ ശിവായ. ഇത് 108 പ്രാവശ്യം ദിവസവും കിഴക്ക് ദർശനമായിട്ട് ജപിച്ചോളൂ. എല്ലാ കാര്യങ്ങളിലെയും തടസ്സങ്ങൾ നീക്കി കുടുംബത്തിന് ഐശ്വര്യം ഭഗവാൻ കൊണ്ടുതരും, മഹാദേവൻ കൊണ്ടുതരും എന്നുള്ളതിൽ സംശയം വേണ്ട. സന്തോഷമായിരിക്കുക. കർക്കിടകം രാശി, പുണർന്ന അവസാനത്തെ കാൽഭാഗം, പൂയം, ആയില്യം. പല മാറ്റങ്ങളിലെയും സൂചന വന്നു ചേരുന്ന ഒരു വാരമാണ് എന്നുള്ളതാണ്. വസ്തുവിൻ്റെ ക്രയവിക്രയം, അല്ലെങ്കിൽ വീട് വാങ്ങുക, വീട് വിൽക്കുക, അല്ലെങ്കിൽ ഒരു ഫ്ലാറ്റ് വാങ്ങുക, ചില ഇൻവെസ്റ്റ്മെൻറ്റ് കാര്യങ്ങൾ, ഇതിലൊക്കെ ഉണ്ടായിരുന്ന തടസ്സങ്ങൾ അങ്ങോട്ട് അപ്രതീക്ഷിതമായിട്ട് നീങ്ങുവാനുള്ള ഒരു ഭാഗ്യമുണ്ട്. പ്രതീക്ഷിക്കാത്ത സമയത്ത് അല്പം പണം വന്നു ചേരുവാനുള്ള യോഗവും കാണുന്നു. പ്രത്യേകിച്ച് പ്രമോഷൻ, സാലറി അരിയേഴ്സ്, ഇൻക്രിമെൻ്റ് അരിയേഴ്സ്, ഇതൊക്കെ ഉള്ളവർക്ക് ഒട്ടും പ്രതീക്ഷിക്കാത്ത സമയത്ത് അല്പം പണം വന്ന് ചേരാം. പക്ഷേ ഈ രാശിക്കാർക്ക് വളരെ വർഷങ്ങളായിട്ട് ഈ ബാധ്യത, ചെലവ് കൂടുതൽ കാരണം ബാധ്യത ഏറി വരുന്നൊരു കാലമായതുകൊണ്ട് അല്പം ഇപ്പോൾ പണം കൂടുതൽ കിട്ടിയാലും അതുകൊണ്ടിപ്പോൾ നമ്മുടെ കടം തീരില്ലല്ലോ എന്നൊക്കെ ചിന്തിക്കുന്നതുകൊണ്ട് പലപ്പോഴും ഈ വരുമാനത്തിലെ വർധനവ്, അതായത് ഒരു ഇൻകം ബെറ്റർമെൻറ്റ് നമുക്ക് ഫീൽ ചെയ്യില്ല. അതിപ്പോൾ ഇത്തിരി കുറച്ച് ക്യാഷ് കിട്ടിയെന്നല്ലേ ഉള്ളൂ, പക്ഷേ എനിക്കതുകൊണ്ട് പ്രയോജനമൊന്നും ഉണ്ടായില്ല എന്ന് പറയാനുള്ളൊരു ടെൻഡൻസി ഉണ്ടാവും. ശരിക്കും വരുമാനം കൂടുന്ന ഒരു കാലം തന്നെയാണ്. പക്ഷേ അത് ബാധ്യതയുള്ളവർക്ക് അത്രത്തോളം അങ്ങോട്ട് അനുഭവേദ്യമാകണം എന്നില്ല.
പിന്നെ വിവാഹ കാര്യങ്ങൾക്ക് അനുകൂലമായിട്ടുള്ള സമയം, ഈ സമയമാണ് ശ്രമിക്കേണ്ടത് വിവാഹ കാര്യങ്ങൾക്ക്. പ്രത്യേകിച്ച് ജാതകത്തിൽ ഈ ദോഷജാതകം എന്ന് പറയുമല്ലോ, ഈ ദോഷജാതകം 7ാം ഭാവാധിപന് ബലമില്ലാണ്ടിരിക്കുക, അല്ലെങ്കിൽ 7ാം ഭാവത്തിന് ബലമില്ലാണ്ടിരിക്കുക, ഇങ്ങനെയൊക്കെയുള്ള അവസ്ഥയുള്ള ജാതകം ഉള്ളവർ ഈ സമയമാണ് നോക്കിക്കാണേണ്ടത് വേണ്ട രീതിയിൽ. കാരണം ഈ സമയത്ത് വരുന്ന 9 മാസത്തിനകം തന്നെ വിവാഹം നടന്നു കിട്ടാൻ ഭാഗ്യമുള്ളൊരു സമയം ആരംഭിച്ചിട്ടുണ്ട് എന്നുള്ളതുകൊണ്ട് ഈ വാരം മുതൽ ശക്തമായിട്ടുള്ള തീരുമാനങ്ങളുമായിട്ട് മുന്നോട്ട് പോവുക എന്നുള്ളതാണ്. ശക്തമായിട്ടുള്ള തീരുമാനങ്ങൾ എന്ന് വെച്ചാൽ ജാതകത്തിൽ, അടിസ്ഥാന ജാതകത്തിൽ എന്തെങ്കിലും പ്രയാസങ്ങളോ ദോഷങ്ങളോ ഉണ്ടെങ്കിൽ അത് പരിഹരിച്ചുകൊണ്ട് മുന്നോട്ട് പോകേണ്ട കാലമാണ് എന്ന് പ്രത്യേകിച്ച് അറിഞ്ഞുകൊള്ളുക. വിവാഹം നടക്കാൻ യോഗമുണ്ട്. അതുപോലെ മനസ്സിന് ഇഷ്ടപ്പെട്ട ജീവിത പങ്കാളി വരിക, അല്ലെങ്കിൽ മനസ്സിന് ഇഷ്ടമുള്ള വ്യക്തികളുമായിട്ട് ഒരു ഫ്രണ്ട്ഷിപ്പ് ഉണ്ടാകുക. അതിപ്പോൾ മെയിലോ ഫീമെയിൽ രണ്ടും ആകാം. ഫ്രണ്ട്ഷിപ്പ് ഉണ്ടാവുക, ആ ഫ്രണ്ട്ഷിപ്പ് നമുക്കൊരു എനർജി, ഒരു ബൂസ്റ്റ്, അവരുടെ ഒരു സഹായം നമുക്ക് ലഭിക്കുക, ഇങ്ങനെയൊക്കെയുള്ള ഒരുപാട് പ്ലസ് പോയിൻറ്റ്സ് ഉള്ള ഒരു സമയമാണ്. അതുകൊണ്ട് ബി അലേർട്ട് എന്നാണ് നമ്മൾ പറയുന്നത്. ചുറ്റും എന്താണോ സംഭവിക്കുന്നത് എന്നുള്ളതിനെക്കുറിച്ച് അലേർട്ടായിരിക്കണം. നമ്മുടെ കോൺടാക്ട്സ് ഉണ്ടെങ്കിൽ അതൊക്കെ യൂട്ടിലൈസ് ചെയ്യണം. ബിസിനസ് ഫീൽഡിലുള്ളവർ ഈ അലസത അങ്ങോട്ട്, ആ ലേസിനെസ് ഉണ്ടെങ്കിൽ അതൊക്കെ അങ്ങോട്ട് കളഞ്ഞിട്ട് ഊർജ്ജസ്വലതയോടുകൂടി വളരെ ഡൈനമിക്കായിട്ട് മുന്നോട്ട് പോവുക. പല കാര്യങ്ങളും എളുപ്പം സാധിച്ചു കിട്ടും, നമ്മൾ പ്രതീക്ഷിക്കാത്ത തലത്തിലേക്ക് സാധിച്ചു കിട്ടുന്നുള്ളതാണ്. നമ്മൾ തന്നെ അത്ഭുതപ്പെട്ടു പോകാനുള്ള സാധ്യതയുണ്ട്. നമ്മുടെ എഫക്റ്റിന് കറക്റ്റായിട്ടുള്ള റിട്ടേൺസ് കിട്ടുന്ന സമയമാണ് എന്നുള്ള കാര്യം പ്രത്യേകിച്ച് അറിയുക. അപ്പോൾ ആ രീതിയിൽ മുന്നോട്ട് പോകേണ്ട ഒരു കാലം ആരംഭിച്ചിട്ടുണ്ട്. ഈ കാലം എങ്ങനെ ഉപയോഗിക്കുന്നു അതിനാണ് പ്രാധാന്യം. പലരും പറയും, നല്ല സമയമാണ്, പക്ഷേ എനിക്ക് അനുഭവപ്പെടുന്നില്ല. ഈ നല്ല സമയം എന്ന് പറയുമ്പോൾ എല്ലാം ഇങ്ങോട്ട് കൊണ്ടുതരില്ല ആരും. ഒരു വിദ്യാർത്ഥിക്ക് നല്ല സമയം വരിക എന്ന് പറയുമ്പോഴേക്കും നമ്മൾ നന്നായിട്ട് വർക്ക് ചെയ്യുക, സിസ്റ്റമാറ്റിക്കായിട്ട് വർക്ക് ചെയ്യുക, പ്രോപ്പർ ഗൈഡൻസോടുകൂടി വർക്ക് ചെയ്യുക, അപ്പോഴേക്കും എക്സാമിൽ ബെറ്റർ റിസൾട്ട്സ് വരും. അപ്പോൾ ഇങ്ങനെയൊക്കെ ചെയ്താൽ മോശമായിട്ടുള്ള സമയത്തും വരില്ലേ? വരണമെന്നില്ല. നമ്മൾ ക്യാമ്പസിൽ നോക്കിയാൽ മനസ്സിലാവും, പലരും നന്നായിട്ട് എഴുതുന്നു, ചിലർക്ക് മാർക്സ് കിട്ടണമെന്നില്ല. ചിലപ്പോൾ നന്നായിട്ട് പഠിച്ചിട്ടുണ്ടാകും, ആ സമയത്ത് കാര്യങ്ങൾ ഓർത്തിരിക്കണമെന്നില്ല, അല്ലെങ്കിൽ ഉദ്ദേശിച്ച ക്വസ്റ്റ്യൻസ് വരണമെന്നില്ല, അല്ലെങ്കിൽ വാല്യുവേഷൻ എന്തെങ്കിലും ഒരു മിസ്റ്റേക്ക് വരാം. അപ്പോൾ ഇങ്ങനെയുള്ള പല കാരണങ്ങൾ കൊണ്ടും നമുക്ക് മാർക്സ് കുറയാം, കൂടുകയും ചെയ്യാം നല്ല സമയം വരുമ്പോൾ. അപ്പോൾ ഇങ്ങനെ ഒരു അൺസർട്ടനിറ്റി ഫാക്ടർ ലൈഫിൽ എല്ലാ കാര്യത്തിനും ഉണ്ട്. ആ അൺസർട്ടൻ ആയിട്ടുള്ള ഒരു ഫാക്ടർ സർട്ടൻ ആകുന്ന സമയമാണ് ഇപ്പോൾ, പോസിറ്റീവായിട്ട് സർട്ടൻ ആകുന്ന ഒരു സമയമാണ് ഇപ്പോൾ. അതായത് നമ്മൾ നന്നായിട്ട് പഠിച്ചാൽ നല്ല റിസൾട്ട്സ് കിട്ടും, ക്വാളിഫൈഡ് ആണെന്നുണ്ടെങ്കിൽ യുൽ ഗെറ്റ് എ വെരി ഗുഡ് ജോബ്. അപ്പോൾ അപ്രതീക്ഷിതമായിട്ട് നേട്ടങ്ങൾ വരുവാനുള്ള സാധ്യതയുണ്ട് എന്നുള്ളതുകൊണ്ട് MNCയിലൊക്കെ പ്ലേസ്മെൻറ്റ് കിട്ടുവാനും പ്രൊഫഷണൽസ്, ഡോക്ടേഴ്സ്, ലോയേഴ്സ്, എഞ്ചിനീയേഴ്സ്, ബിസിനസ് എക്സിക്യൂട്ടീവ്സ് അവർക്കൊക്കെ കണ്ടിന്യൂയിങ് എഡ്യൂക്കേഷനുള്ളൊരു ഭാഗ്യവും, ഫോറിൻ ട്രാവൽ അല്ലെങ്കിൽ ദൂരദേശത്തേക്ക് യാത്ര ചെയ്യുക, യാത്ര കൊണ്ട് പല ബെനിഫിറ്റ്സും വരിക, ഇങ്ങനെയുള്ള ധാരാളം പോസിറ്റീവായിട്ടുള്ള സൈറ്റ്സ് ഈ രാശിക്കാർക്ക് കാണുന്നുണ്ട് എന്നുള്ളതുകൊണ്ട് അനുകൂലമായിട്ടുള്ള ഫലങ്ങളിലെ തടസ്സങ്ങൾ നീക്കേണ്ടത് അത്യാവശ്യം. അടുത്ത ക്ഷേത്രത്തിലെ ഗണപതിയെ ദിവസവും വണങ്ങുക, അതാണ് ഏറ്റവും പ്രധാനം. അടുത്ത ക്ഷേത്രത്തിലെ ഗണപതിയെ വണങ്ങിയിട്ട് ആത്മാർത്ഥമായിട്ട് പ്രാർത്ഥിച്ചോളൂ. കഴിയുമെങ്കിൽ തിങ്കളാഴ്ചകളിൽ അവിടെ ഒരു നാളികേരം നിവേദിക്കുക, അല്ലെങ്കിൽ ഒരു പായസ നിവേദ്യം കഴിപ്പിക്കുക. ഗണപതി ഭഗവാന്റെ അനുഗ്രഹം കൊണ്ട് കാര്യതടസ്സം, അനുകൂലമായിട്ടുള്ള ഫലങ്ങളിലെ കാര്യതടസ്സം ഒക്കെ നീങ്ങിക്കോളും എന്നുള്ളതിൽ സംശയം വേണ്ട. പിന്നെ ആരോഗ്യം ഒന്ന് ശ്രദ്ധിച്ചോളൂ. ശനിയുടെ പൂർണ്ണമായിട്ടും അനുകൂല ഭാവം ഇല്ലാത്തതുകൊണ്ട് ആരോഗ്യ പ്രയാസങ്ങൾ വരാം, ഇൻഫെക്ഷൻ പ്രോൺനെസ് ഉൾപ്പെടെയുള്ള പ്രയാസങ്ങൾ വരാം. പ്രായമായവർക്ക് ജോയിൻസിനൊക്കെ പെയിൻ വരാം. എന്ന് മാത്രമല്ല, കുറച്ച് പ്രായമായവർക്ക് ഈ നമ്മളൊരു ടെൻഷൻ കാരണമില്ലാതെ, ഒരു ഇറാഷണൽ ടെൻഷൻ എന്ന് നമ്മൾ പറയാറുണ്ടല്ലോ, ചിലരൊക്കെ പറയാറുണ്ട് ആകെ ഒരു സംഭ്രമം തോന്നുന്നു എന്നൊക്കെ പറയാറുണ്ട്. പ്രത്യേകിച്ച് കാര്യമൊന്നുമില്ല, ആകെ ഒരു ടെൻഷൻ, ഇങ്ങനെയൊക്കെ വരുന്ന ഒരു കാലമായതുകൊണ്ട് അവർ യോഗധ്യാനം ശീലിക്കുകയും ശിവാഷ്ടോത്തര ശതനാമാവലി ദിവസവും ജപിക്കുകയും ആകാം. അതുകൊണ്ട് എല്ലാ പ്രയാസങ്ങളുണ്ട്, മഹാദേവൻ കൂടെ ഉണ്ടാവും, നമുക്കൊരു വഴി കാണിച്ചു തരും. സമാധാനം, സന്തോഷത്തിലേക്കുള്ള ഒരു വഴി അദ്ദേഹം കാണിച്ചു തരും എന്നുള്ളതിൽ സംശയം വേണ്ട. സന്തോഷമായിരിക്കുക. ചിങ്ങം രാശി, മകം, പൂരം, ഉത്രമാദ്യത്തെ കാൽഭാഗം. കാര്യങ്ങളിൽ പൊതുവേ ഒരു തടസ്സം വരുന്നില്ലേ എന്നുള്ളൊരു തോന്നലുണ്ടാകാം എന്നുള്ളതാണ്. ഏത് ശ്രമത്തിനും ചെറിയൊരു തടസ്സം അനുഭവപ്പെടും എന്നുള്ളതാണ്. നമ്മളിപ്പോൾ ജോലിക്ക് ശ്രമിച്ചു കഴിഞ്ഞാൽ ഒരുപക്ഷെ അപ്പോൾ അഡ്വൈസ് കിട്ടിയിട്ട് പിന്നെ അപ്പോയിൻമെൻറ്റ് ഓർഡർ ഇങ്ങനെ ഡിലേഡ് ആകാം. നമ്മൾ പ്രതീക്ഷിക്കുന്ന ഒരു ജോലി ഇൻ്റർവ്യൂവിൽ നന്നായിട്ട് പെർഫോം ചെയ്തിട്ടുണ്ട്, പക്ഷേ എന്താ കോൾ വരുന്നില്ല.
അല്ലെങ്കിൽ ഇൻറ്റിമേറ്റ് ചെയ്യാം, അറിയിക്കാം, നല്ല പെർഫോമൻസ് ആയിരുന്നു, കാൻഡിഡേറ്റ് യു ആർ വെൽ സ്യൂട്ടഡ് ഫോർ അവർ ജോബ് എന്ന് ആൾക്കാർ പറഞ്ഞാലും ഇൻ്റർവ്യൂ ബോർഡ് പറഞ്ഞാലും നമുക്കൊരു ആൻസർ കിട്ടാത്തതുകൊണ്ട് ലൈഫ് അൺസർട്ടൺ ആകുന്ന ഒരു സമയമാണ്. പക്ഷെ വിഷമിക്കേണ്ട കാര്യമില്ല, ഒരു സർട്ടൺ പീരീഡ്, പോസിറ്റീവ് പീരീഡ് വരുന്നുണ്ട് എന്നുള്ള കാര്യം അറിഞ്ഞിരിക്കുക. അതുപോലെ വിവാഹ കാര്യങ്ങളിലും ഇതുപോലെ അൺഎക്സ്പെക്റ്റഡ് ഡിലേയ്സ് വരാം, അൺഎക്സ്പെക്റ്റഡ് ഓബ്സ്റ്റക്കിൾസ് വരാം, നമ്മുടെ സൽപ്പേരിന് പ്രയാസം വരാം എന്നുള്ളതാണ്. നമ്മുടെ റെപ്യൂട്ടേഷൻ ഈ സമയത്ത് നമ്മൾ കീപ്പ് ചെയ്യാൻ പ്രത്യേകം ശ്രദ്ധിക്കുക. അതിന് ഒരു പ്രധാനപ്പെട്ട കാര്യം സോഷ്യലൈസേഷൻ, നമ്മൾ മിംഗ്ലിംഗ് ഉണ്ടല്ലോ, ഫ്രീ മിംഗ്ലിംഗ്, അതൊക്കെ വളരെ കൺട്രോൾ ചെയ്ത് മുന്നോട്ട് പോകേണ്ട ഒരു കാലമാണ്. സ്കൂളിലും കോളേജിലുമൊക്കെ വിദ്യാർത്ഥികൾക്ക് ചില പ്രോബ്ലംസ്, കൂട്ടുകെട്ട് കൊണ്ട് ചില പ്രോബ്ലംസ് വരാം എന്നുള്ളതുകൊണ്ട് കൂട്ടുകെട്ട് കഴിയുന്നതും കുറയ്ക്കുക, അവോയ്ഡ് ചെയ്യുന്നത് വളരെ നല്ലതാണ്. അവർ എല്ലാം യങ്സ്റ്റേഴ്സ് എല്ലാവരും ഈ ടൂർ, പിക്നിക് അല്ലെങ്കിൽ അഡ്വഞ്ചറസ് റൈഡ് ആൻഡ് ട്രിപ്സ് ഇതൊക്കെ ഉണ്ടെങ്കിൽ അതൊക്കെ മറ്റൊരു അവസരത്തിലേക്ക് പോസ്റ്റ്പോൺ ചെയ്തോളൂ. ശരീരത്തിന് ഇഞ്ചുറി പ്രോൺനെസ് ഉണ്ട്, ചെറിയ ആരോഗ്യ പ്രശ്നങ്ങളുടെ സൂചന കാണുന്നുണ്ട് യങ്സ്റ്റേഴ്സിന് പോലും. അപ്പോൾ അവരൊക്കെ ഒന്ന് ശ്രദ്ധിക്കണം, പ്രത്യേകിച്ച് നമ്മൾ ഫാസ്റ്റ് ഡ്രൈവിംഗ് ആൻഡ് റൈഡിങ് ഒഴിവാക്കുക എന്നുള്ളതാണ് ഏറ്റവും പ്രധാനം. അതുപോലെ രാത്രി കാലങ്ങളിലുള്ള സഞ്ചാരം, മിംഗ്ലിംഗ്, നമ്മുടെ സോഷ്യലൈസേഷൻ, പിക്നിക്സ് ഒക്കെ കഴിയുന്നതും ഒഴിവാക്കുന്നതായിരിക്കും നല്ലത്. വളരെയധികം ചിലവ് വരുന്നത് കൊണ്ട് തന്നെ മനസ്സിന് ടെൻഷൻ വരാം. ബിസിനസ് ഒരു ഡൗൺവേർഡ് ട്രെൻഡിൽ പോകുന്നോ എന്ന് സംശയം തോന്നാം. ചിലപ്പോൾ ഹ്യൂജ് എമൗണ്ട് ഇൻവെസ്റ്റ് ചെയ്തിട്ട് റിട്ടേൺസ് ഒക്കെ കിട്ടുമോ എന്നുള്ള കാര്യത്തിലും സംശയം വരാം. പൊതുവെ ഷെയർ മാർക്കറ്റിംഗ് അല്ലെങ്കിൽ ഷെയർ ട്രേഡൊക്കെ നടത്തുന്നവർ ഒന്ന് ശ്രദ്ധിച്ചോളൂ, പുതിയ ഇൻവെസ്റ്റ്മെൻ്റ് ഒന്നും ഈ വാരം വേണ്ട, അതൊക്കെ മറ്റൊരവസരത്തിലേക്ക് മാറ്റിവെക്കുന്നതായിരിക്കും നല്ലത്. വിദ്യാർത്ഥികൾക്ക് പഠന കാര്യങ്ങളിൽ ഒരു താല്പര്യക്കുറവൊക്കെ വരാം. ഈ കോഴ്സ് എങ്ങനെ ഇപ്പോൾ ഇതുണ്ടെന്നെങ്കിലും പ്രയോജനമുണ്ടോ, ഇതെനിക്ക് കംപ്ലീറ്റ് ചെയ്യാൻ പറ്റുമോ, അതിനൊക്കെയുള്ളൊരു പൊട്ടൻഷ്യൽ എനിക്കുണ്ടോ എന്നൊക്കെയുള്ള ഒരു രീതിയിലൊരു സംശയം തോന്നാം. ശനി അത്ര അനുകൂല ഭാവത്തിലല്ല എന്നുള്ളതാണ് കാരണം. എപ്പോഴും ശനി ദൃഷ്ടി എന്ന് പറയുന്നത് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു ഫാക്ടറാണ്. നമ്മുടെ എല്ലാ ഫാക്കൽറ്റീസും അത് കുറയ്ക്കും എന്നാണ് ആചാര്യന്മാർ പറയുന്നത്. അപ്പോൾ അതുകൊണ്ട് ശനിപ്രീതികരമായിട്ടുള്ള വഴിപാടുകൾ നടത്തുക. ശനി മന്ത്രം, സ്തോത്രം ജപിക്കുക. നീലാഞ്ജന സമാഭാസം രവിപുത്രം യമാഗ്രജം ഛായാമാർത്താണ്ഡ സംഭൂതം തം നമാമി ശനൈശ്ചരം. ഓം ശനൈശ്ചരായ നമഃ. അപ്പോൾ ഈ മന്ത്രം പലരും ചോദിക്കാറുണ്ട്, നീലാഞ്ജന സമാനാഭമാണോ സമാഭാസമാണോ? രണ്ട് വെർഷൻസ് കാണുന്നുണ്ട്. ഏതാണോ ജപിച്ചു പോകുന്നത് അതിലങ്ങോട്ട് മുന്നോട്ട് പൊക്കോളുക. പല ആചാര്യന്മാർ അതിലൊരു വ്യത്യസ്ത അഭിപ്രായക്കാരുണ്ട് എന്നുള്ളതുകൊണ്ട് ഈ രീതിയായിരിക്കും നമുക്ക് അഭികാമ്യം എന്നുള്ള കാര്യവും അറിയാം. കലാസാഹിത്യം ഇങ്ങനെയുള്ള രംഗത്ത് പ്രവർത്തിക്കുന്നവർക്കും ഒരു അൺസർട്ടൻറ്റി, ലഭിച്ച ചാൻസിന് എന്തെങ്കിലും തടസ്സം വരിക, ഓഫർ കിട്ടിയിട്ടുണ്ടാവും പക്ഷേ അതൊന്നും മെറ്റീരിയലൈസ് ചെയ്യുന്നില്ല എന്നുള്ളതുകൊണ്ടൊരു ടെൻഷൻ വരാം. ഇനി ഓഫർ ലഭിച്ചാലും അതിൻ്റെ പേയ്മെൻറ്റ് പ്രോപ്പർ ആകണം എന്നില്ല. ഓഫീസിൽ പ്രൊമോഷൻ സാധ്യത ഉൾപ്പെടെയുള്ള കാര്യങ്ങൾക്ക് ഒരു ഡിലേ വരാം എന്നുള്ളതാണ്. അപ്പോൾ ഇങ്ങനെയുള്ള ചെറിയ ഫാക്ടേഴ്സ് ഉണ്ട്. എന്നാലും ചെറിയ ജോലി, ചെറിയ മാർക്കറ്റിംഗ്, ഡിസ്ട്രിബ്യൂഷനൊക്കെ നടത്തുന്നവർക്ക് അത്യാവശ്യം വരുമാനത്തിൽ ഉയർച്ചയും ഒക്കെ വരും. വലിയ ബിസിനസ്സിലാണ് അൺസർട്ടൻറ്റി കൂടുതൽ. ചെറിയ ബിസിനസ്സിലൊക്കെ ഒരുവിധം കാര്യമായിട്ട് നമുക്ക് ലാഭവും കാര്യങ്ങളും മുന്നോട്ട് കൊണ്ടുപോകുവാൻ കഴിയുന്ന രീതിയിലുള്ളൊരു ഇൻകവുമൊക്കെ വരാനുള്ള ഭാഗ്യം ഈ വാരം കാണുന്നുണ്ട്. നേരത്തെ പറഞ്ഞതുപോലെ ശനിപ്രീതി വരുത്തുക, കുടുംബത്തിൽ സന്തോഷവും സമാധാനവും ലഭിക്കും എന്നുള്ളതിൽ സംശയം വേണ്ട. സന്തോഷമായിരിക്കുക. കന്നിരാശി, ഉത്തര അവസാനത്തെ മുക്കാൽ ഭാഗം, അത്തം ചിത്തിര ആദ്യത്തെ പകുതി ഭാഗം. വിവാഹ കാര്യങ്ങൾക്കൊക്കെ അനുകൂലമായിട്ടുള്ള ഒരു കാലം ആരംഭിച്ചിട്ടുണ്ട്. ഈ സമയത്താണ് വിവാഹം അന്വേഷിക്കേണ്ടതും ഫിക്സ് ചെയ്യേണ്ടതുമൊക്കെ. പ്രണയകാര്യങ്ങളിൽ ഉണ്ടായിരുന്ന തടസ്സങ്ങളും നീങ്ങും. അത് വിവാഹത്തിലെത്തുവാനുള്ള ഒരു ഭാഗ്യമുണ്ട്. എന്നാൽ മുൻകാലങ്ങളിൽ പ്രണയമുണ്ടായിരുന്നവർക്കുണ്ടായിരുന്ന ഒരു അൺസർട്ടൻറ്റിയും അതിനകത്ത് എന്തെങ്കിലും പ്രയാസം വന്നിട്ടുണ്ടെങ്കിൽ അതൊന്ന് ക്യാരി ഓവർ ചെയ്യാനുള്ള സാധ്യതയും അത് മനസ്സിന് അകാരണമായിട്ടുള്ള ഒരു ടെൻഷൻ വരുത്തി വയ്ക്കുവാനുള്ള സാധ്യതയുമൊക്കെ ഈ വാരം കാണുന്നുണ്ട്. അപ്പോൾ അത് പഴയ ഒരു ബാലൻസ് ഷീറ്റ് നമുക്ക് പ്രയാസങ്ങൾ ഉണ്ടാക്കുന്ന ഒരു സമയമാണ്. അതൊക്കെ ഒന്ന് കറക്റ്റ് ചെയ്ത് മുന്നോട്ട് പോവുകയാണ് എന്നുണ്ടെങ്കിൽ ഈ വാരം സന്തോഷകരമായിട്ടുള്ള അനുഭവങ്ങൾ വിവാഹ ജീവിതത്തിലും വിവാഹ കാര്യങ്ങളിലും വരാം. പ്രണയം അതുപോലെ തന്നെ വിവാഹ ജീവിതത്തിൽ എത്താനുള്ള ഒരു ഭാഗ്യവും കിട്ടും യങ്സ്റ്റേഴ്സിന് എന്നുള്ളതിൽ സംശയം വേണ്ട. ചെറിയ ജോലിയൊക്കെ ഉള്ളവർക്ക് ഒരു ഫുൾ ടൈം ജോബ്, ഒരു ടെമ്പററി ജോബ് പെർമനൻ്റ് ആവുക, ഇങ്ങനെയൊക്കെയുള്ള പോസിറ്റീവ് സൈറ്റ്സും അത് കൂടാണ്ട് അനുകൂലമായിട്ടുള്ള ട്രാൻസ്ഫേഴ്സ്
ഓഫേഴ്സ് കിട്ടുക, കൂടുതൽ പവർ ആൻഡ് അതോറിറ്റി ഉള്ള ഒരു ജോബിലേക്ക് പ്രൊമോഷൻ ലഭിക്കുക, അല്ലെങ്കിൽ ഓഫർ ലഭിക്കുക, ഇതിനുള്ള ഭാഗ്യമുണ്ട്. ദൂരദേശത്തും വിദേശത്തും പോകുവാൻ ആഗ്രഹിക്കുന്നവർക്കൊരു പോസിറ്റീവ് പീരീഡ് വന്നിട്ടുണ്ട്, അതിനുള്ള ഓഫേഴ്സ് ലഭിക്കുവാനുള്ള യോഗമുണ്ട്. പൊതുവേ വിദേശ യോഗം ജാതകത്തിലുണ്ട് എന്നുണ്ടെങ്കിൽ കർമാധിപൻ്റെ സ്ഥിതി വെച്ചിട്ടാണ് വിദേശ യോഗം പറയുന്നത്. അപ്പോൾ അങ്ങനെ ഒരു യോഗം ജാതകത്തിലുണ്ടെങ്കിൽ തീർച്ചയായിട്ടും വിദേശവാസത്തിനുള്ള ഭാഗ്യവും വിദേശ യാത്രയ്ക്കുള്ള യോഗവും കാണുന്നു. ദൂരദേശ യാത്ര ഉണ്ടാകും എന്നുള്ളതാണ്. യാത്ര കൊണ്ട് ഉദ്ദേശിക്കുന്ന പ്രയോജനം ലഭിച്ചില്ലെങ്കിൽ പോലും ചെറിയ പ്രയോജനം ഇപ്പോൾ ഉണ്ടാവുകയും പിന്നീട് അതിൻ്റെ ഫുൾ റിസൾട്ട്സ് കിട്ടുകയും ചെയ്യും എന്നുള്ളതുകൊണ്ട് യാത്ര തീർച്ചയായിട്ടും അണ്ടർടേക്ക് ചെയ്യണം. യാത്രകൾ വരികയാണെങ്കിൽ അണ്ടർടേക്ക് ചെയ്യുക എന്ന് മാത്രമല്ല, ഡിസ്ട്രിബ്യൂഷൻ രംഗത്ത് പ്രവർത്തിക്കുന്നവർക്ക് കൂടുതൽ യാത്ര അനിവാര്യമായി വരാം. അതുകൊണ്ട് ബെനിഫിറ്റ്സും അവർക്ക് ഉണ്ടാകാനുള്ള ഭാഗ്യമുണ്ട് എന്ന് പ്രത്യേകിച്ച് അറിയുക. കുടുംബ ബന്ധത്തിലുണ്ടായിരുന്ന ശൈഥില്യമോ ടെൻഷൻസോ വളരെ വേണ്ടപ്പെട്ടവരുമായിട്ട് അഭിപ്രായ വ്യത്യാസം ഉണ്ടായിരുന്ന ആ ഒരു അവസ്ഥയൊക്കെ മാറുവാനുള്ള ഒരു ഭാഗ്യം ഈ വാരം കാണുന്നു. സംയമനത്തോടുകൂടി മുന്നോട്ട് പോകുന്നതുകൊണ്ട് കാര്യവിജയം, ബന്ധുക്കളുമായിട്ട് കുറച്ചുകൂടെ ഒരു പ്രോക്സിമിറ്റി അല്ലെങ്കിൽ ഒരു ഇൻറ്റിമസി ഡെവലപ്പ് ചെയ്യാനുള്ളൊരു ഭാഗ്യവുമൊക്കെ ഈ വാരം കാണുന്നു. പരിഹാരമായിട്ട് ശ്രീകൃഷ്ണ ക്ഷേത്ര ദർശനം നടത്തിക്കോളും. ശ്രീകൃഷ്ണ സ്തോത്രം ദിവസവും ഭക്തിപൂർവ്വം 5 പ്രാവശ്യം ജപിക്കുക. എല്ലാ കാര്യങ്ങളിലെയും തടസ്സങ്ങൾ നീങ്ങി സാമ്പത്തികമായിട്ട് മെച്ചപ്പെടുവാനും ആരോഗ്യസ്ഥിതിയിലുള്ള പ്രയാസങ്ങൾ നീങ്ങുവാനും കുടുംബത്തിൽ ഐശ്വര്യവും സമാധാനവും വരുവാനുമുള്ള ഒരു ഭാഗ്യം സംജാതമാകും എന്നുള്ളതിൽ സംശയം വേണ്ട. സന്തോഷമായിരിക്കുക. തുലാം രാശി ചിത്തിര അവസാനത്തെ പകുതി ഭാഗം, ചോതി വിശാഖം ആദ്യത്തെ മുക്കാൽ ഭാഗം. അധിക പണച്ചെലവ് കൊണ്ടും അപ്രതീക്ഷിതമായിട്ടുള്ള ധനനഷ്ടം കൊണ്ടും ഒക്കെ അല്പം ഒന്ന് മനസ്സ് വിഷമിക്കുന്ന ഒരു കാലമാണ്. കഴിഞ്ഞ കാലത്തെ ഒരുപക്ഷെ ബാധ്യതയായിരിക്കാം ഇപ്പോൾ ഇങ്ങനെ ചിന്തിക്കാൻ ഒരു പ്രേരിപ്പിക്കുന്നത് എന്നുള്ളതുകൊണ്ട് അല്പം ഒരു നിരാശയോ ഒരു ഇനാക്ടിവിറ്റിയോ ഡൈനമിസം കുറയുവാനോ ഉള്ള സാധ്യതയുണ്ട്. ഇത് മനസ്സിലാക്കി മുന്നോട്ട് പോകണം. അപ്പോൾ മാത്രമേ കാര്യങ്ങൾ വിജയത്തിലെത്തിക്കുവാൻ കഴിയുള്ളൂ. ബിസിനസ് രംഗത്തൊക്കെ വർക്ക് ചെയ്യുന്നവർക്ക് അവിടെ ആ ഒരു ഫങ്ഷൻ വേണ്ട രീതിയിൽ മുന്നോട്ട് പോകണമെന്നുണ്ടെങ്കിൽ ഊർജ്ജസ്വലത വേണം, ഒരു എനർജി ലെവൽ വർദ്ധിപ്പിക്കണം, ഒരു പോസിറ്റിവിസം ജീവിതത്തിലേക്ക് വരണം, അതായത് ശുഭാപ്തി വിശ്വാസം വരണം. അപ്പോൾ അതിനൊക്കെ ഒരു കുറവുള്ള ഒരു കാലമാണെന്ന് അറിയുക. അപ്പോൾ അതിന് എന്താ ചെയ്യേണ്ട? പരിഹാരമായിട്ട് ആദിത്യ ഹൃദയ സ്തോത്രം ജപിക്കുക എന്നുള്ളതാണ്. ജയതു ജയതു സൂര്യം സപ്തലോകൈകദീപം കിരണശമിതപാപം ക്ലേശദുഃഖസ്യ നാശം അരുണനിഗമഗമ്യം ചാദിമാദിത്യമൂർത്തിം സകലഭുവനവന്ദ്യം ഭാസ്കരം തം നമാമി. ഊർജ്ജസ്വലമായിട്ടാണ് ജപിക്കേണ്ടത്. തതോ യുദ്ധ പരിശ്രാന്തം സമരേ ചിന്തയാസ്ഥിതം രാവണം ജാഗ്രതോ ദൃഷ്ട്വാ യുദ്ധായ സമുപസ്ഥിതം. നമുക്ക് ആ ഊർജ്ജസ്വലത വരും. ആദിത്യ സ്പർശം എന്ന് പറയും. സൂര്യൻ ഉദിച്ച ശേഷം സൂര്യന് ദർശനമായിട്ട് സൂര്യരശ്മി ശരീരത്തിൽ പതിക്കുന്ന രീതിയിൽ വേണം നിന്നത് ജപിക്കാനായിട്ട്. വിദ്യാർത്ഥികൾക്ക് അലസത നീങ്ങും, പഠനകാര്യത്തിൽ കോൺസെൻട്രേഷൻ വരും, ബിസിനസ് ഫീൽഡിലുള്ളവരുടെ ഡൈനമിസം ശരിക്കും ഒന്ന് എനർജൈസ്ഡ് ആവും, അങ്ങനെ അവർ കാര്യങ്ങളിൽ സക്സീഡ് ചെയ്യും. ഇങ്ങനെയൊക്കെയുള്ള ധാരാളം പോസിറ്റീവ് പോയിൻറ്റ്സ് വരും. വിവാഹ കാര്യങ്ങൾക്ക് അത്ര അനുകൂലമായിട്ടുള്ള കാലമല്ലാത്തതുകൊണ്ട് അത് മാറ്റിവെച്ചുകൊള്ളുക. അതായത് പ്രണയത്തിലൊക്കെ ചെന്നുപെടാണ്ടിരിക്കുവാൻ പ്രത്യേകം ശ്രദ്ധിക്കണം. റോങ് ചോയ്സ് പ്രണയത്തിൽ വരുവാൻ സാധ്യതയുള്ള സമയവുമാണ് എന്നുള്ള കാര്യം പ്രത്യേകിച്ച് അറിയുക. ആദിത്യ ഹൃദയ സ്തോത്രം ജപിച്ച് വെള്ളിയാഴ്ചകളിൽ മഹാലക്ഷ്മി ക്ഷേത്ര ദർശനം കൂടി നടത്തിക്കോളൂ. എല്ലാ പ്രയാസങ്ങളും നീങ്ങി കുടുംബത്തിൽ ഐശ്വര്യവും സന്തോഷവും സമാധാനവും വരുന്നുള്ളതിൽ സംശയം വേണ്ട. സന്തോഷമായിരിക്കുക. വൃശ്ചികം രാശി വിശാഖം അവസാനത്തെ കാൽഭാഗം, അനീഴം തൃക്കേട്ട. കഴിഞ്ഞ കുറച്ചു കാലമായിട്ടുണ്ടായിരുന്ന അവിചാരിതമായിട്ടുള്ള പ്രയാസങ്ങൾ അതൊക്കെ ഒന്ന് കുറയുന്ന വാരമാണ് എന്നുള്ളതാണ്. പലപ്പോഴും ഈ കഴിഞ്ഞ ഏതാണ്ട് 11 മാസങ്ങളായിട്ട് ഉദ്ദേശിക്കുന്ന കാര്യങ്ങൾ ഉദ്ദേശിക്കുന്ന രീതിയിൽ അങ്ങോട്ട് മൂവ് ചെയ്യാത്തതുകൊണ്ട് പൊതുവേ ഒരു ഇനിഷ്യേറ്റീവ് ആൻഡ് ഡ്രൈവ് ഒക്കെ കുറഞ്ഞ ഒരു കാലമാണ്. പുതിയൊരു ഓഫർ വന്നാൽ പോലും ഇതങ്ങോട്ട് ശരിയാകാനൊന്നും പോകുന്നില്ല, അല്ലെങ്കിൽ ജോലിക്കുള്ള ഒരു ഇൻ്റർവ്യൂ കോൾ വന്നു കഴിഞ്ഞാൽ ഇങ്ങനെ കിട്ടാനേ കഴിഞ്ഞ ഒരു വർഷമായിട്ട് ശ്രമിച്ചിട്ട് ഒന്നും കിട്ടിയിട്ടില്ല, കിട്ടുന്ന എല്ലാ തരത്തിലുള്ള യോഗ്യതയും ഉണ്ടായിട്ടും കിട്ടിയിട്ടില്ല എന്നൊക്കെയുള്ളൊരു ചിന്തയുള്ളതുകൊണ്ട് നമ്മുടെ ഇൻ്റർവ്യൂ പെർഫോമൻസ് തന്നെ ഒരു ഡൗൺവേർഡ് ട്രെൻഡ് ഉണ്ടാക്കാൻ സാധ്യതയുണ്ട് എന്നറിഞ്ഞ് വേണം മുന്നോട്ട് പോകാനായിട്ട്. കാരണം ബെറ്റർ പീരീഡ് ഹാസ് സ്റ്റാർട്ടഡ് എന്നുള്ളതാണ്. അപ്പോൾ ഈ സമയം നല്ല രീതിയിൽ ഇൻ്റർവ്യൂവിൽ പെർഫോം ചെയ്ത് കഴിഞ്ഞാൽ നല്ലൊരു ജോലി ലഭിക്കും എന്നുള്ളതിൽ സംശയം വേണ്ട. ക്വാളിഫൈഡ് ആയിട്ടുള്ള പ്രൊഫഷണൽസ്, ഡോക്ടേഴ്സ്, ലോയേഴ്സ്, എഞ്ചിനീയേഴ്സ്, ബിസിനസ് എക്സിക്യൂട്ടീവ്സിനൊക്കെ തന്നെയും മെച്ചപ്പെട്ട അനുഭവം പ്രതീക്ഷിക്കാം.
അതിന് പറ്റിയൊരു സമയമാണ്. MNCയിൽ ഒരു ബെറ്റർ MNCയിലേക്ക് പോസ്റ്റിംഗ്, അല്ലെങ്കിൽ ഒരു ബെറ്റർ പൊസിഷനിലേക്കുള്ള ഒരു എലിവേഷൻ, ഇതൊക്കെ വരുന്ന കാലമാണ്. ശമ്പള കൂടുതലോ അരിയേഴ്സോ ഒക്കെ ലഭിക്കുവാനുള്ള ഭാഗ്യം ഈ വാരം കാണുന്നു. അതിൻ്റെ സൂചനകളെങ്കിലും വരാനുള്ള യോഗമുണ്ട്. അൺഎക്സ്പെക്റ്റഡ് ക്വാർട്ടേഴ്സിൽ നിന്നൊക്കെ നമുക്ക് സഹായം വരാം. അവരുടെ ഹെൽപ്പ് കൊണ്ട് ഒരുപക്ഷെ ഒരു പ്ലേസ്മെൻറ്റിലേക്ക് നമ്മൾ പോകാനുള്ള ഭാഗ്യവുമൊക്കെ ഈ വാരം കാണുന്നു എന്നുള്ള കാര്യം അറിയുക. വിവാഹ കാര്യങ്ങൾക്ക് അനുകൂലമായിട്ടുള്ള വാരമാണ്. വിവാഹാലോചനകൾ വരും. വിവാഹ നിശ്ചയത്തിൽ എത്തുവാനുള്ള ഭാഗ്യമുണ്ട് എന്നുള്ളതുകൊണ്ട് പ്രാർത്ഥനയോടുകൂടി മുന്നോട്ട് പൊക്കുകൊള്ളുക. ജാതക ദോഷമൊക്കെ ഉണ്ടെങ്കിൽ അത് ജാതകം പരിശോധിച്ച് അതിന് പരിഹാരം നിശ്ചയിച്ച് അനുഷ്ഠിക്കേണ്ടതാണ് എന്നുള്ള കാര്യം അറിയുക. അനുകൂലമായിട്ടുള്ള കാലം ആരംഭിച്ചിട്ടുണ്ട് എന്നുള്ളതുകൊണ്ട് പരദേവതാ പ്രീതി അത്യാവശ്യം, പരദേവതയെ വണങ്ങുക എന്നുള്ളതാണ്. പ്രത്യേകിച്ച് ഭദ്രകാളി, ചാമുണ്ഡി, യക്ഷി അങ്ങനെ പ്രതിഷ്ഠയൊക്കെ കുടുംബത്തിലുണ്ടെങ്കിൽ, ആരാധനാക്രമം ഉണ്ടെന്നുണ്ടെങ്കിൽ അതാത് ദേവതാ തൃപ്തി വരുത്തി മുന്നോട്ട് പോകുക. ഐശ്വര്യം വരുന്നുള്ളതിൽ സംശയം ഒന്നും തന്നെ വേണ്ട. അൺഎക്സ്പെക്റ്റഡ് ആയിട്ട് കുറച്ച് പണം വരാനുള്ള ഭാഗ്യവും ഈ വാരം കാണുന്നു എന്നറിയാം. പഴയ ബാധ്യതയുള്ളവർക്ക് അത് കുറയ്ക്കുവാൻ ആവശ്യമായിട്ടുള്ള സാഹചര്യങ്ങൾ ഒരുങ്ങി വരുന്നതായിട്ട് അനുഭവപ്പെടും. എല്ലാ ഐശ്വര്യങ്ങളും വരും. സന്തോഷമായിരിക്കും. ധനുരാശി, മൂലം, പൂരാടം, ഉത്രാടം ആദ്യത്തെ കാൽഭാഗം. കാര്യങ്ങൾക്ക് പൊതുവെ തടസ്സം വരുന്നില്ലേ എന്നുള്ളൊരു തോന്നലുണ്ടാകാം എന്നുള്ളതാണ്. അപ്പോൾ നമ്മുടെ വാക്കുകൾ തെറ്റിദ്ധരിക്കപ്പെടുവാനുള്ള സാധ്യത ഏറെ ആയതുകൊണ്ട് സംസാരം നിയന്ത്രിക്കേണ്ട ഒരു കാര്യമുണ്ട്. വീട്ടുകാരുമായിട്ടും ഇവൻ അച്ഛനും അമ്മയായിട്ടുള്ള സംഭാഷണത്തിൽ പോലും ഒരു നിയന്ത്രണം പാലിക്കണം. ശക്തമായിട്ടുള്ള റിട്ടോർട്ട്സൊക്കെ ഒരുപക്ഷെ അകൽച്ചയോ അവരിൽ വേദനയോ ഒക്കെ ഉണ്ടാക്കാനുള്ള സാധ്യതയുണ്ട്. വിവാഹ കാര്യങ്ങളിൽ പ്രത്യേകിച്ചും മാതാപിതാക്കൾ പറയുന്നത് ചിലപ്പോൾ അനുസരിക്കാനുള്ളൊരു ടെൻഡൻസി കുട്ടികൾക്ക് ഉണ്ടാകണം എന്നില്ല. അവരുടെ സ്വന്തമായിട്ടുള്ള അഭിപ്രായങ്ങൾ പ്രകടിപ്പിക്കുന്നത് കൊണ്ട് തന്നെ മാതാപിതാക്കൾക്ക് അല്പം ഒരു ടെൻഷൻ്റെ സാധ്യത ഈ വാരം ഏറെ കാണുന്നു എന്നുള്ളതുകൊണ്ട് ഈ രാശിയിൽ ജനിച്ച കുട്ടികൾ അവരുടെ പെരുമാറ്റത്തിൽ ഒരു നിയന്ത്രണം വരുത്തേണ്ടത് അത്യാവശ്യം. സ്കൂളിലും കോളേജിലും അഡ്ജസ്റ്റ്മെൻറ്റ് പ്രോബ്ലംസിനുള്ളൊരു സൂചന കാണുന്നു. കൂട്ടുകെട്ടുകൊണ്ട് അവിടെ പ്രയാസങ്ങൾ വരുവാനുള്ള സാധ്യതയും ഫിസിക്കലായിട്ട് ചെറിയ പ്രോബ്ലംസ് വരുന്ന ഒരു വാരവുമാണ്. ഇൻഫെക്ഷൻസൊക്കെ വരാം. ത്രോട്ട് റിലേറ്റഡ്, ചെസ്റ്റ് റിലേറ്റഡ്, അലർജി റിലേറ്റഡ് ആയിട്ടുള്ള പ്രോബ്ലംസ്. ആചാര്യന്മാർ പറയാറുണ്ട് രക്തദൂഷ്യം ഒക്കെ വരുന്നൊരു കാര്യമാണ്, ബ്ലഡ് റിലേറ്റഡ് പ്രോബ്ലംസ് ഒക്കെ വരുന്ന ഒരു സമയമാണ് എന്ന് ആചാര്യന്മാർ പറയാറുണ്ട്. അതുകൊണ്ട് ആരോഗ്യകാര്യങ്ങളിൽ ഒരു ശ്രദ്ധ വേണം. അധികം തണുപ്പ് ശരീരത്തിൽ ഏൽക്കാതെ ശ്രദ്ധിക്കേണ്ട ഒരു വാരവുമാണ് എന്നുള്ള കാര്യം അറിയാം. പ്രത്യേകിച്ച് അലർജി പ്രോൺനെസ് ഒക്കെ ഉള്ളവർക്ക്, ഇൻഫെക്ഷൻ പ്രോൺനെസ് ഉള്ളവരും ഇക്കാര്യത്തിലൊന്ന് പ്രത്യേകം ശ്രദ്ധിക്കുന്നത് വളരെ നന്നായിരിക്കും. വിവാഹ കാര്യങ്ങളൊരു തീരുമാനമെടുക്കുമ്പോൾ സ്ഥാനതുല്യത എന്നൊക്കെ പറയും, കൾച്ചറൽ കോമ്പാറ്റബിലിറ്റി ഒക്കെ ഉണ്ടോ എന്ന് നന്നായിട്ട് അന്വേഷിച്ചതിന് ശേഷം മാത്രം വിവാഹ കാര്യങ്ങളിൽ നിശ്ചയത്തിലേക്ക് പോകുക. പുതിയ വാഹനം വാങ്ങാനുള്ളൊരു താല്പര്യമൊക്കെ വരുമെങ്കിലും തൽക്കാലം അത് മാറ്റിവെക്കുന്നതായിരിക്കും നല്ലത്. ഇനി വാഹനം വാങ്ങുന്ന ഒരു സാഹചര്യം വരികയാണെങ്കിൽ സെക്കൻഡ് ഹാൻഡ് വെഹിക്കിൾസ് കഴിയുന്നതും ഒഴിവാക്കുക എന്നുള്ളത് വളരെ പ്രധാനപ്പെട്ട കാര്യമാണ് എന്നുള്ള കാര്യവും അറിയാം. പ്രണയിക്കുവാൻ പറ്റിയ സമയമല്ല. റോങ് ചോയ്സ് വരുവാനുള്ള സാധ്യതയും ഏറെയാണ് എന്നുള്ളതുകൊണ്ട് പ്രണയമുണ്ടെങ്കിൽ അതങ്ങോട്ട് വളരെ ഒരു ലോ പ്രൊഫൈലിൽ കൊണ്ടുപോയാൽ മതി. കൂടുതൽ ഓവർ ഇൻറ്റിമസിയോ അല്ലെങ്കിൽ അത് ഉടനെ തന്നെ വിവാഹത്തിൽ എത്തണം എന്നുള്ള രീതിയിൽ നമ്മൾ പ്രവർത്തിക്കുകയോ തൽക്കാലം വേണ്ട. അത് കുറച്ച് കഴിയട്ടെ കേട്ടോ. അപ്പോൾ ഈ വാരം പൊതുവെ അല്പം ഒരു ടെൻഷനൊക്കെ വരുമെങ്കിലും ഈശ്വരാധീനം കൊണ്ട് ടെൻഷൻസും പ്രോബ്ലംസും സാമ്പത്തിക പരാധീനതയും ഒക്കെ പൂർണ്ണമായിട്ട് നീങ്ങും എന്നുള്ളതിൽ സംശയം വേണ്ട. ദൈവാധീനം വരുത്തുവാനായിട്ട് വ്യാഴാഴ്ചകളിൽ വിഷ്ണു ക്ഷേത്ര ദർശനം നടത്തി ആത്മാർത്ഥമായിട്ട് പ്രാർത്ഥിച്ചോളൂ. ശ്രീ വിഷ്ണു പഞ്ചായുധ സ്തോത്രം ഭക്തിപൂർവ്വം ജപിക്കുക. സ്ഫുരൽ സഹസ്രാരശിഖാതി തീവ്രം സുദർശനം ഭാസ്കരകോടിതുല്യം സുരദ്വിഷാം പ്രാണവിനാശി വിഷ്ണോ ചക്രം സദാഹം ശരണം പ്രപദ്യേ. മഹാസുദർശനം നമ്മുടെ എല്ലാ പ്രയാസങ്ങളിൽ നിന്നും നമ്മളെ രക്ഷിക്കും. നമ്മുടെ കൂടെ തന്നെ ഉണ്ടാവും എന്നുള്ളതിൽ സംശയമൊന്നും തന്നെ വേണ്ട. സന്തോഷമായിരിക്കും. മകരം രാശി, ഉത്രാടം അവസാനത്തെ മുക്കാൽ ഭാഗം, തിരുവോണം അവിട്ടം ആദ്യത്തെ പകുതി ഭാഗം. ആഗ്രഹിക്കുന്ന പല കാര്യങ്ങളിൽ ചിലവയെങ്കിലും നടന്നു കിട്ടുവാൻ ഭാഗ്യമുള്ള ഒരു കാലം ആരംഭിച്ചിട്ടുണ്ട് എന്നുള്ളതാണ്. ആരോഗ്യ പ്രയാസങ്ങൾ ട്രീറ്റ്മെൻറ്റ് എടുക്കുന്നതുകൊണ്ട് കുറയാനും പൂർണ്ണമായിട്ട് മാറ്റുവാനും കഴിയുന്ന ഒരു വാരവുമാണെന്ന് പ്രത്യേകിച്ചറിയുക. വിദ്യാർത്ഥികൾക്ക് പഠനകാര്യങ്ങളിൽ ഉണ്ടായിരുന്ന താല്പര്യക്കുറവ് പരിഹൃതമാകുന്ന ഒരു വാരമാണ് എന്നുള്ളതുകൊണ്ട് പ്രോപ്പർ ഓറിയൻറ്റേഷൻ കൊടുക്കുക. അതായത് ട്യൂഷൻ സപ്പോർട്ട് വേണമെങ്കിൽ അത് കൊടുക്കുക, കോച്ചിങ് സപ്പോർട്ട് വേണമെങ്കിൽ അത് കൊടുക്കുക. മാതാപിതാക്കൾ കുട്ടികളുടെ അതായത് ഈ രാശിയിൽ ജനിച്ച മാതാപിതാക്കൾ കുട്ടികളുടെ പഠനകാര്യങ്ങളിൽ ശ്രദ്ധിക്കണം എന്ന് മാത്രമല്ല ഈ രാശിയിൽ ജനിച്ച കുട്ടികളുടെ മാതാപിതാക്കളും അവരുടെ പഠനകാര്യങ്ങളിൽ പ്രത്യേകം ഒന്ന് ശ്രദ്ധിക്കേണ്ട കാലമാണ്
എന്ന് അറിഞ്ഞുകൊണ്ടാണ് മുന്നോട്ട് പോകേണ്ടത്. കൂട്ടുകെട്ടുകൊണ്ട് ഈ രാശിയിൽ ജനിച്ചവരുടെ കുട്ടികൾക്ക് ചെറിയ പ്രയാസങ്ങളുടെ സൂചന കാണുന്നു. അവരുടെ ഓവർ സ്മാർട്ട്നെസ് ഒരു പക്ഷേ ചെറിയ പ്രയാസങ്ങൾ സ്കൂളിലും കോളേജിലും സൃഷ്ടിച്ചേക്കാം എന്നുള്ളൊരു പ്രശ്നമുണ്ട്. അവർക്ക് ഈ സന്തതി ഭാവത്തിന് ചെറിയ ഇഞ്ചുറി പ്രോൺനെസ്സിൻ്റെ ഒരു സാധ്യതയും ഈ വാരം കാണുന്നു. ബിസിനസ് രംഗത്ത് പ്രവർത്തിക്കുന്നവർക്ക് ഈ വാരം പൊതുവെ പോസിറ്റീവാണ് എന്നുള്ളതാണ്. അതായത് ബിസിനസ്സിൽ നിന്ന് ലാഭം പ്രതീക്ഷിക്കാം എന്ന് മാത്രമല്ല, അൺഎക്സ്പെക്റ്റഡ് സോഴ്സസിൽ നിന്ന് പണം വരാനുള്ള ഭാഗ്യമുണ്ട്. ദൂരദേശ ജോലി, വിദേശ ജോലി ഇവ വന്നു ചേരുവാനും പ്രൊഫഷണൽ കോഴ്സസിനൊക്കെ അഡ്മിഷൻ ലഭിക്കുവാനും പൊതുവെ പവർഫുള്ളായിട്ടുള്ള ഒരു പൊസിഷനിലേക്ക് വരുവാനുമൊക്കെയുള്ള ഭാഗ്യം ഈ വാരം കാണുന്നു. സാമ്പത്തികമായിട്ടുള്ള പ്രയാസങ്ങൾ കുറയുന്നതായിട്ട് അനുഭവപ്പെടും. നേരത്തെ പറഞ്ഞതുപോലെ അൺഎക്സ്പെക്റ്റഡായിട്ട് കുറച്ച് പണം വരാം. പുതിയ ഡ്രസ്സ്, ഓർണമെൻറ്റ്സ് അല്ലെങ്കിൽ വാഹനം എക്സ്ചേഞ്ച് ചെയ്യുക, വാഹനം ഒന്ന് മോടി പിടിപ്പിക്കുക, ഇതിനൊക്കെയുള്ള ഒരു ഭാഗ്യവും ഈ വാരം കാണുന്നു. അനുകൂലമായിട്ടുള്ള ഫലസൂചനകളാണ് കൂടുതൽ എന്നുള്ളതുകൊണ്ട് തടസ്സങ്ങൾ നീക്കേണ്ടത് അത്യാവശ്യം. രാശിനാഥനായിട്ടുള്ള ശനിയെ പ്രാർത്ഥിക്കണം, രാശിക്കൊന്ന് ബലം വർദ്ധിപ്പിക്കുവാനായിട്ട്. അപ്പോൾ ശനിയുടെ സ്തോത്രം ഭക്തിപൂർവ്വം ജപിക്കുക. ശനിയാഴ്ചകളിൽ ധർമ്മശാസ്ത്ര ക്ഷേത്ര ദർശനം നടത്തി അവിടെ നീരാജനം കഴിപ്പിച്ച് ആത്മാർത്ഥമായിട്ട് പ്രാർത്ഥിക്കുക. എള്ളുണ്ട സമർപ്പിക്കുന്നതും എള്ളുണ്ട അഗതിക്ക് വേണ്ടപ്പെട്ടവർക്ക് ദാനം ചെയ്യുന്നതും കൊണ്ട് പ്രയാസങ്ങളൊക്കെ നീങ്ങും എന്നുള്ളതിൽ സംശയം വേണ്ട. ശനി സ്തോത്രം ജപിച്ചോളൂ, എല്ലാ ഐശ്വര്യങ്ങളും വരും, സന്തോഷമായിരിക്കും. കുംഭം രാശി, അവിട്ടം അവസാനത്തെ പകുതി ഭാഗം, ചതയം, പൊരുരുട്ടാതി ആദ്യത്തെ മുക്കാൽ ഭാഗം. ശരീരത്തിനൊരു ക്ഷീണം, ഒരു ഇനാക്ടിവിറ്റി, പിതൃസ്ഥാനീയർക്ക് അതായത് അച്ഛൻ വഴിയുള്ള ബന്ധുക്കൾക്കോ അച്ഛനോ ചെറിയ ആരോഗ്യപ്രയാസങ്ങൾ ഇവയ്ക്കൊക്കെയുള്ള സൂചന ഈ വാരം കാണുന്നുണ്ട്. കുടുംബത്തിൽ ആർക്കെങ്കിലും പ്രതീക്ഷിക്കാത്ത സമയത്ത് ആരോഗ്യപ്രയാസങ്ങൾ വരുന്നതുകൊണ്ട് അലച്ചിൽ വരാം, യാത്ര വരാം, ധനനഷ്ടത്തിനുള്ള സാധ്യതയും. ഈ രാശിയിൽ ജനിച്ചവർക്ക് ചെറിയ ആരോഗ്യപ്രയാസങ്ങളുണ്ടെങ്കിൽ അതിനകത്തൊരു റോങ് ഡയഗ്നോസിസ് ഒക്കെ വരാനുള്ള സാധ്യത. അതായത് ഡയഗ്നോസിസ് അത്ര അങ്ങോട്ട് കറക്റ്റ് ആവണമെന്നില്ല എന്നുള്ളതുകൊണ്ട് ഒരു പ്രോപ്പർ ട്രീറ്റ്മെൻറ്റ് കിട്ടാനും ബുദ്ധിമുട്ടുള്ള ഒരു സമയമാണ് എന്നുള്ളതുകൊണ്ട് ധന്വന്തരി സ്തോത്രം ജപിച്ചോളൂ. ധന്വന്തരി സ്തോത്രം ജപിക്കുന്നതുകൊണ്ട് ആരോഗ്യപ്രയാസങ്ങൾ വൈഷ്ണവമാണ്. അപ്പോൾ ആരോഗ്യപ്രയാസങ്ങൾ നീങ്ങുന്നു മാത്രമല്ല, ഇനി എന്തെങ്കിലും ആരോഗ്യപ്രയാസം ഉണ്ടെങ്കിൽ അതിനകത്തൊരു കറക്റ്റായിട്ടുള്ള ഡയഗ്നോസിസും കറക്റ്റായിട്ടുള്ള മെഡിക്കേഷനും ലഭിക്കുന്നതുകൊണ്ട് പ്രയാസങ്ങളൊന്ന് കുറയ്ക്കുവാനോ പൂർണ്ണമായിട്ട് നീക്കുവാനോ കഴിയും എന്നുള്ളതിൽ സംശയം വേണ്ട. വാഹനവുമായി ബന്ധപ്പെട്ട് പ്രവർത്തിക്കുന്നവർ പ്രത്യേകം ശ്രദ്ധിക്കണം. ഇഞ്ചുറി പ്രോൺനെസ്സും മുറിവൊക്കെ വരാനുള്ള സാധ്യതയും മൈനർ ഈ ക്രാഷസൊക്കെ വരാനുള്ള സാധ്യതയൊക്കെ ഉണ്ട്. വാഹന ബിസിനസ്സിൽ ഏർപ്പെട്ടിട്ടുള്ളവരും അവരുടെ ആ ബിസിനസ്സിൽ പ്രത്യേകം ശ്രദ്ധിക്കണം. കാരണം ചെറിയ ആൾക്കാരെ കൊണ്ട്, വ്യക്തികളെ കൊണ്ട്, സാഹചര്യങ്ങളെ കൊണ്ടുമൊക്കെയുള്ള അധിക പണച്ചെലവും പ്രയാസങ്ങളും കാണുന്നു. ധനനഷ്ടം ഏറിയിരിക്കുന്ന ഒരു വാരമായതുകൊണ്ട് പുതിയ ഇൻവെസ്റ്റ്മെൻറ്റിനൊന്നും പോകണ്ട. ഷെയർ ട്രേഡിങ്ങിന് പറ്റിയൊരു വാരമേ അല്ല എന്നുള്ള കാര്യം അറിയുക. ഭൂമിയുടെ ക്രയവിക്രയം, ട്രാൻസാക്ഷൻ മറ്റൊരവസരത്തിലേക്ക് മാറ്റിവെക്കുന്നതായിരിക്കും നല്ലത്. സാമ്പത്തികമായിട്ട് കുറച്ച് അത്യാവശ്യങ്ങൾ വരാം. അതിന് പണം കണ്ടെത്തുവാനായിട്ട് അല്പം വിഷമിക്കുന്ന ഒരു വാരമാണെന്നും പ്രത്യേകിച്ച് അറിഞ്ഞോളൂ. എന്നാൽ പ്രാർത്ഥന കൊണ്ട്, മഹാലക്ഷ്മി സ്തോത്ര ജപം കൊണ്ട് സാമ്പത്തികമായിട്ടുള്ള പ്രയാസങ്ങൾ പൂർണ്ണമായും നീങ്ങിപ്പോകും. നമസ്തേസ്തു മഹാമായേ ശ്രീപീഠേ സുരപൂജിതേ ആരംഭിക്കുന്ന സ്തോത്രം ഭക്തിപൂർവ്വം ദിവസവും 5 പ്രാവശ്യം ജപിച്ചോളൂ. വെള്ളിയാഴ്ചകളിൽ 18 പ്രാവശ്യം ജപിക്കണം. സാമ്പത്തികമായിട്ടുള്ള പ്രയാസങ്ങളൊക്കെ നീങ്ങും. എന്തെങ്കിലും ലോണോ എന്തെങ്കിലും ഒക്കെ എടുത്തിട്ട് അതിൻ്റെ റീപേയ്മെൻറ്റിന് ബുദ്ധിമുട്ട് ഉള്ളവർക്കും ഈ വാരത്തിലെ ഈ പ്രാർത്ഥന കൊണ്ട് വരുമാനം വർദ്ധിക്കുവാനും പൊതുവെ പ്രോബ്ലംസ് ഈസി ആയിട്ട് സോൾവ് ചെയ്യാനും കഴിയും എന്നുള്ളതിൽ സംശയം വേണ്ട. സന്തോഷമായിരിക്കുക. മീനം രാശി, പുരുരുട്ടാതി അവസാനത്തെ കാൽഭാഗം, ഉത്രട്ടാതി, രേവതി. പ്രതീക്ഷിക്കാത്ത സമയത്ത് അല്പം പണം വന്ന് ചേർന്നത് കൊണ്ട് തന്നെ നമ്മൾ ഉദ്ദേശിച്ച പല കാര്യങ്ങളും നടന്നു നോക്കുള്ളൂ എന്നുള്ളതാണ്. വാഹനത്തിന് റിപ്പയർ വർക്കൊക്കെ വരാം. വാഹനവുമായിട്ട് ഡീൽ ചെയ്യുന്ന ബിസിനസ് രംഗത്ത് പ്രവർത്തിക്കുന്നവർക്കും അൺഎക്സ്പെക്റ്റഡായിട്ട് കുറച്ച് പണം കിട്ടുന്നതുകൊണ്ട് പല ചെറിയ പ്രോബ്ലംസും സോൾവ് ചെയ്യാൻ കഴിയും എന്നുള്ളതാണ് ഒരു പ്രത്യേകത. ആരോഗ്യപരമായിട്ട് അത്ര അനുകൂലമായിട്ടുള്ള സമയമല്ല. അലർജിക് കണ്ടീഷൻസ് വരാം, സ്കിൻ ട്രബിൾസ് വരാം, പിന്നെ ഈ ബ്ലഡ് റിലേറ്റഡ് ആയിട്ടുള്ള ഹോർമോണൽ പ്രോബ്ലംസ് പ്രത്യേകിച്ച് പെൺകുട്ടികൾക്ക് വരാനുമുള്ള സാധ്യത ഏറെയാണ് എന്നുള്ളതുകൊണ്ട് എന്തെങ്കിലും ചെറിയ പ്രോബ്ലം ഉണ്ടെങ്കിൽ അപ്പോൾ തന്നെ ഗെറ്റ് ഇറ്റ് സോൾവ്ഡ്.
വിത്ത് ദി ഹെൽപ്പ് ഓഫ് എ ഡോക്ടർ എന്നുള്ളതാണ്. അതങ്ങോട്ട് നീട്ടിക്കൊണ്ട് പോകരുത്. നീട്ടിക്കൊണ്ട് പോകുന്നതുകൊണ്ട് കൂടുതൽ കോംപ്ലിക്കേഷൻസും പ്രയാസങ്ങളും ഒക്കെ വരാനുള്ള സാധ്യതയാണ് കാണുന്നത് എന്നുള്ളതുകൊണ്ട് എല്ലാ കാര്യങ്ങളിലും ഒരു പ്ലാൻഡ് വർക്ക് അത്യാവശ്യമാണ്. ധനനഷ്ടത്തിനുള്ള സാധ്യത ഏറെയാണ്. വൈകാരികമായിട്ട് ചെറിയ പ്രയാസങ്ങൾ വരാം. കുടുംബത്തിനകത്തും പുറത്തും അകാരണമായിട്ടുള്ള ടെൻഷൻ, മനസ്സിന് ഒരു ഉറക്കക്കുറവൊക്കെ സൃഷ്ടിക്കാം എന്നുള്ളതാണ്. അതായത് പണം വരുമോ, ഇപ്പോൾ ഉള്ള ബാധ്യത എങ്ങനെയാണ് കൊടുത്തു തീർക്കുക, ഇങ്ങനെയുള്ള അൺസർട്ടനിറ്റി വരാം. വൈകാരികമായിട്ടുള്ള അൺസർട്ടനിറ്റിയും ഏറെ കാണുന്നു. അതായത് ജീവിത പങ്കാളിയോ അല്ലെങ്കിൽ കുടുംബത്തിൽ ആരെങ്കിലുമായോ അഭിപ്രായ വ്യത്യാസമോ അകൽച്ചയോ അല്ലെങ്കിൽ ശക്തനായിട്ടുള്ള ഒരു ശത്രുസ്ഥാനം ഉണ്ടല്ലോ. ഓഫീസിലൊക്കെ നമ്മളെ അത്ര ഇഷ്ടമില്ലാത്ത ആൾക്കാരുണ്ടാവും. അവരിൽ നിന്ന് ചില പ്രയാസങ്ങളൊക്കെ വരുവാൻ സാധ്യത ഏറെയുള്ള സമയമാണ് എന്നുള്ളതുകൊണ്ട് ഭദ്രകാളി പൂജ അത്യാവശ്യമാണ്. ഭദ്രകാളി ക്ഷേത്ര ദർശനം നടത്തി അവിടെ ഒരു സഹസ്രനാമാർച്ചന കഴിപ്പിക്കുക എന്നുള്ളതാണ്. മഹാക്ഷേത്രങ്ങളായിട്ടുള്ള കൊടുങ്ങല്ലൂർ ദർശനം നടത്തുക, അവിടെ ഒരു ശത്രുതാ സംഹാര പുഷ്പാഞ്ജലിയൊക്കെ കഴിപ്പിക്കുക. അതും ഉത്തമ ഫലം തന്നെ നൽകും എന്നുള്ളതിൽ സംശയം ഒന്നും തന്നെ വേണ്ട. സാമ്പത്തികമായിട്ട് അല്പം ഒന്ന് അഭിവൃദ്ധിപ്പെടുവാനായിട്ട് ശ്രീ ലക്ഷ്മി അഷ്ടോത്തര ശതനാമാവലി ഭക്തിപൂർവ്വം ജപിച്ചോളൂ. എല്ലാ പ്രയാസങ്ങളും നീങ്ങും. വൈകാരികമായിട്ടുള്ള ടെൻഷൻസും നീങ്ങും. കുടുംബത്തിൽ ഐശ്വര്യവും സന്തോഷവും സമാധാനവും വരും എന്നുള്ളതിൽ സംശയം വേണ്ട. ഈ പ്രാർത്ഥനകൾ തുടരേണ്ടത് അത്യാവശ്യം. ചെലവിലൊരു നിയന്ത്രണം പാലിച്ചോളൂ. പ്രയാസങ്ങളൊക്കെ തന്നെയും നീങ്ങിപ്പോകും. സന്തോഷമായിരിക്കാം. ഇന്നത്തെ ജ്യോതിഷ പ്രോഗ്രാമിലെ 27 നക്ഷത്രക്കാരുടെ 12 രാശികളിലായി വരുന്ന 27 നക്ഷത്രക്കാരുടെയും ഫലസൂചനകളാണ് നൽകിയത്. പരിഹാരങ്ങൾ ആത്മാർത്ഥമായിട്ട് സമർപ്പണ മനോഭാവത്തോടെ അനുഷ്ഠിക്കുക. എല്ലാ പ്രയാസങ്ങളും നീങ്ങിപ്പോകും എന്നുള്ളതിൽ സംശയം ഒന്നും തന്നെ വേണ്ട. ഇനി മെയിൽസിലേക്ക് കിടക്കുകയാണ്. ഈ പ്രോഗ്രാമിലേക്ക് മെയിൽസ് അയക്കാവുന്നതാണ്. മെയിൽ ID ഉണ്ട്. ജനിച്ച ഡേറ്റ്, മാസം, വർഷം, സമയം, സ്ഥലം, നക്ഷത്രം, പൂർണ്ണമായിട്ടുള്ള പേരും വിലാസവും ഇവ കത്തിലുണ്ടായിരിക്കണം അല്ലെങ്കിൽ മെയിലിലുണ്ടായിരിക്കണം. എന്നാൽ മാത്രമേ ഈ പ്രോഗ്രാമിലൂടെ നമുക്ക് മറുപടി നൽകുവാൻ സാധിക്കുകയുള്ളൂ എന്നുള്ള കാര്യം പ്രത്യേകിച്ചറിയാം. എന്ത് ചോദ്യമാണെങ്കിലും ആ ഉദാഹരണത്തിന് നമ്മുടെ വിവാഹം എന്നാ നടക്കുക, എന്താ വൈകുന്നത്, ഏത് ജോലിയാണ് അനുകൂലം അല്ലെങ്കിൽ യോഗ്യതയുള്ളത്, ഏത് ജോലിക്കാണ്, വിദേശ യോഗം ഉണ്ടോ, ബിസിനസ്സിന് സ്യൂട്ടബിലിറ്റി ഉണ്ടോ ജാതകത്തിന്, ഇങ്ങനെയുള്ള പ്രധാനപ്പെട്ട കാര്യങ്ങളൊക്കെ തന്നെയും ചോദിക്കാവുന്നതാണ്. ഈ പ്രോഗ്രാമിലൂടെ തന്നെ മറുപടി നൽകും. വളരെ ലളിതമായിട്ടുള്ള പരിഹാര നിർദ്ദേശങ്ങളായിരിക്കും എന്നുള്ളതിൽ സംശയം വേണ്ട. സന്തോഷമായിരിക്കുക. ഇനി മെയിൽസിലേക്ക് പോവാണ്. പലരും നമസ്കാരം പറഞ്ഞിട്ടുണ്ട്, താങ്ക്സ് പറഞ്ഞിട്ടുണ്ട്. തിരിച്ചും അതുപോലെ തന്നെ നമസ്കാരവും താങ്ക്സും പറയുന്നു. അവരുടെ പേര് അക്നോളജ് ചെയ്യുന്നുണ്ട്. വീണ്ടും പ്രോഗ്രാം കാണുക, അഭിപ്രായങ്ങൾ പറയുക. നിങ്ങളാണ് പ്രോഗ്രാം വിജയിപ്പിക്കുന്നത്. ആ ഒരു ഭക്തി സമർപ്പണ മനോഭാവത്തോടുകൂടി പ്രോഗ്രാമിന് വേണ്ടി ഒന്ന് പ്രാർത്ഥിച്ചോളൂ. അപ്പോൾ പ്രോഗ്രാം നന്നായിട്ട് പോവുകയും കൂടുതൽ പേർക്ക് ഉപകാരപ്രദമായിട്ടുള്ള രീതിയിൽ മുന്നോട്ട് പോവുകയും ചെയ്യും എന്നുള്ളതാണ് വിശ്വാസം. എന്നുള്ളതുകൊണ്ട് മാന്യപ്രേക്ഷകരുടെയൊക്കെ പ്രാർത്ഥന വളരെ അത്യാവശ്യമാണ്. ഇവിടെ ശ്രീ ബാലു, കുഞ്ഞി, ശ്രീ അഗസ്റ്റിൻ, ശ്രീമതി ശ്യാമള, സേതു, ശ്രീ പ്രസാദ്, ശ്രീ അജിത് ഇവരൊക്കെ മെയിൽസിൽ നമസ്കാരവും താങ്ക്സും പറഞ്ഞിട്ടുണ്ട്. തിരിച്ച് ഒന്നുകൂടി നമസ്കാരവും താങ്ക്സും പറയുന്നു. എല്ലാ ഐശ്വര്യങ്ങളും വരട്ടെ, അതിനെ ഈശ്വരൻ അനുഗ്രഹിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുകയും ചെയ്യുന്നു. സന്തോഷമായിരിക്കുക. അടുത്ത മെയില് MS സൗമിനി, ദാറ്റ് ഇസ് മിസ് സൗമിനി, മൂലം നക്ഷത്രം, 24 വയസ്സ്, നഴ്സ് ആണ്, ചെറായി സ്വദേശം. വിവാഹം മുടങ്ങി. എങ്ങനെയാണെന്നൊന്നും പറഞ്ഞിട്ടില്ല. മുടങ്ങിയതാണോ വൈകുന്ന അതിന് വ്യക്തതയില്ല. മൂലം നക്ഷത്രത്തിന് ഇപ്പോൾ അത്ര അനുകൂലമായിട്ടുള്ള സമയമല്ല. ദൈവാധീനം കുറഞ്ഞ സമയമാണ്. അപ്പോൾ അകാരണമായിട്ട് തന്നെ പലതും അനുഭവത്തിൽ വരാം. പ്രത്യേകിച്ച് കേതുവുമായിട്ട് ബന്ധപ്പെട്ട സമയമാണെങ്കിൽ കേതുവിന് ഹേതു വേണ്ട എന്നാണ് പ്രമാണം. അപ്പോൾ അവിചാരിതമായിട്ട് തന്നെ പ്രയാസങ്ങൾ വരുന്ന സമയമാണ്. ഒട്ടും വിഷമിക്കേണ്ട കാര്യമില്ല. അടുത്ത് കണ്ണൻകുളങ്ങര ക്ഷേത്രം ഉണ്ടല്ലോ, വ്യാഴാഴ്ച അവിടെ ദർശനം നടത്തുക, വെണ്ണ സമർപ്പിക്കുക, ദിവസവും ശ്രീകൃഷ്ണ സ്തോത്രം ഭക്തിപൂർവ്വം ജപിച്ചോളൂ. എല്ലാ പ്രയാസങ്ങളും നീങ്ങും. വിവാഹ കാര്യങ്ങളിൽ ഒരു തീരുമാനമാകും. ഇപ്പോൾ ഈ വിവാഹം മുടങ്ങി എന്ന് പറഞ്ഞുകൊണ്ടുള്ള വിഷമിക്കാനൊന്നുമില്ല. 7ാം ഭാവം ബ്രൈറ്റാണ്. ഉത്തമനായിട്ടുള്ളൊരു പതി തന്നെ വരാനുള്ള ഭാഗ്യമുണ്ട് എന്നുള്ള കാര്യം പ്രത്യേകിച്ച് അറിയാം. നല്ലൊരു ഹസ്ബൻഡിനെ ലഭിക്കാനുള്ള ഭാഗ്യമുണ്ട്. അതുകൊണ്ട് കുമാരി സൗമിനി സന്തോഷമായിട്ടിരിക്കുക. ഒരു വർഷം കൂടി കഴിയണം. 2025 അവസാനം മുതലാണ് അനുകൂലമായിട്ടുള്ള സമയം വിവാഹത്തിന് എന്നുള്ള കാര്യം പ്രത്യേകിച്ച് അറിയാം.
ശ്രീ നന്ദൻ മേനോൻ കുന്നംകുളം 38 വയസ്സ് തിരുവാതിര. സെക്കൻഡ് മാരേജാണ്. അതിന് യോഗമുണ്ടോ എന്ന് അതിന് സെക്കൻഡ് മാരേജ് നോക്കുകയാണ്. ആദ്യത്തെ മാരേജ് എങ്ങനെയാണ് എന്തായി എന്നൊന്നും പറഞ്ഞിട്ടില്ല ഇതിനകത്ത്. അപ്പോൾ ഇതിനകത്ത് തിരുവാതിര നക്ഷത്രമാണ്. തിരുവാതിര നക്ഷത്രത്തിന് വിവാഹ കാര്യങ്ങൾക്ക് ഇപ്പോൾ അത്ര അനുകൂലമായിട്ടുള്ള സമയമല്ല. റോങ് ചോയ്സ് വരാനുള്ള സാധ്യത ഏറെയാണ് എന്നുള്ളതുകൊണ്ട് ഒരു വർഷം കഴിഞ്ഞതിന് ശേഷം ആലോചിക്കുന്നതായിരിക്കും നല്ലത്. വിവാഹ യോഗം ഇനി ഉണ്ട്. 2025 അവസാനമോ 2026 ആദ്യ ഭാഗത്തോ വിവാഹബന്ധം ഉണ്ടാകുവാനും കുടുംബസ്ഥനാകുവാനുള്ള ഭാഗ്യമുണ്ട്. സന്തോഷമായിരിക്കുക. ശിവപാർവതി സ്തോത്രം നിർബന്ധമായിട്ട് ദിവസവും ജപിക്കണം. അതുകൊണ്ട് വിവാഹ ജീവിതത്തിലെ തടസ്സങ്ങൾ മാറി ഉത്തമ വിവാഹബന്ധം തന്നെ ലഭിക്കും എന്നുള്ളതിൽ സംശയം വേണ്ട. സന്തോഷമായിരിക്കുക. മിസ്സസ് കല എസ് നമ്പീശൻ, ഭിലായ്, മകളുടെ കാര്യം പറഞ്ഞിരിക്കുകയാണ്. ചതയം നക്ഷത്രം, MBBS കഴിഞ്ഞു, ഇപ്പോൾ PG എൻട്രൻസിന് വേണ്ടി പ്രിപ്പയർ ചെയ്യുകയാണ്. ചതയം നക്ഷത്രമാണ്. ജാതകം അനുസരിച്ച് വൈദ്യരംഗത്ത് ഉയർച്ചയുണ്ടോ, ഇപ്പോൾ PGക്ക് എൻട്രൻസ് ലഭിക്കുമോ? ചതയം നക്ഷത്രമായതുകൊണ്ട് 7.5 ശനിയിലെ ജന്മശനി കാലമാണ്. ഉദ്ദേശിച്ച രീതിയിൽ ഒരു പെർഫോമൻസ് അല്ലെങ്കിൽ ഹാർഡ് വർക്ക് നടക്കുന്നില്ല. പ്രോബബ്ലി ഷീ ഈസ് വർക്കിംഗ്, ബട്ട് സ്റ്റിൽ ആ ഒരു കോൺസെൻട്രേറ്റഡ് എഫേർട്ട് ഇപ്പോൾ പോസിബിൾ ആയിട്ടുള്ളൊരു സമയമല്ല. 7.5 ശനിയിൽ ജന്മശനി കാലം എന്ന് പറയും. അപ്പോൾ അതുകൊണ്ട് ശനിപ്രീതി അത്യാവശ്യം വരുത്തണം. ശനിയാഴ്ചകളിൽ വ്രതമെടുത്ത് മത്സ്യമാംസാദികൾ ഉപേക്ഷിച്ച് വ്രതമെടുത്ത് ധർമ്മശാസ്ത്ര ക്ഷേത്ര ദർശനവും നവഗ്രഹ പ്രതിഷ്ഠയുള്ള ക്ഷേത്രത്തിൽ ശനിക്ക് എന്തെങ്കിലും ഒരു വഴിപാട് പുഷ്പാഞ്ജലിയും കൂടെ കഴിപ്പിക്കുന്നതുകൊണ്ട് പ്രയാസങ്ങളൊക്കെ നീങ്ങും എന്നുള്ളതിൽ സംശയം വേണ്ട. എന്ന് മാത്രമല്ല, എൻട്രൻസ് ലഭിക്കാനുള്ള ഒരു സാഹചര്യം ഒരുങ്ങും. എന്നാൽ ഈ വർഷം അത്ര ശുഭകരമല്ല. പൂർണ്ണമായിട്ട് ശുഭമാണെന്ന് പറയാൻ പറ്റില്ല. പക്ഷേ ഒരു ഹയർ ക്വാളിഫിക്കേഷൻ ഉള്ള ഒരു വ്യക്തിയായിട്ട് മാറും. നല്ല പ്രാക്ടീസ് ഉള്ള ഒരു ഡോക്ടറായി മാറും എന്നുള്ളതിൽ സംശയമൊന്നും തന്നെ വേണ്ട. സന്തോഷമായിരിക്കും. മിസ്സസ് രാധിക ചെർപ്പുളശ്ശേരി, മകൾ മകം, വിവാഹം അല്പം വൈകിയാണ്. 26 വയസ്സ്. വിവാഹം അല്പം വൈകിയേ ജാതകത്തിന് നടക്കുകയുള്ളൂ. കാരണം ലഗ്നാലയിൽ ശനിയുണ്ട് എന്നുള്ളതാണ്. ലഗ്നാലയിൽ ശനി ഉള്ളതുകൊണ്ട് പ്രയാസങ്ങൾ വരാം. ഇപ്പോൾ പ്രത്യേകിച്ചും കണ്ടകശനിയുടെയൊക്കെ കാലമാണ് എന്നുള്ളതുകൊണ്ട് വിവാഹ കാര്യങ്ങളിൽ സ്വാഭാവികമായിട്ടും തടസ്സം നേരിടാം. എന്ന് മാത്രമല്ല, വിവാഹം അല്പം അങ്ങോട്ട് മാറ്റിവെക്കുന്നതായിരിക്കും നല്ല ഒരു വർഷത്തേക്ക്. കാരണം റോങ് ഡിസിഷൻ മേക്കിംഗ് വരുവാനുള്ള സാധ്യതയുണ്ട്. പ്രണയത്തിൽ നിന്നും ഒഴിവായി നിൽക്കുക, അത് വളരെ പ്രധാനമാണ്. ശ്രീ ശനി അഷ്ടോത്തര ശതനാമാവലി ഭക്തപൂർവ്വം ജപിച്ചോളൂ. എല്ലാ പ്രയാസങ്ങളും നീങ്ങി നല്ലൊരു വിവാഹബന്ധം തന്നെ വന്നു ചേരും എന്നുള്ളതിൽ സംശയം വേണ്ട. സന്തോഷമായിട്ടിരിക്കുക. മിസ്സസ് സീന ദേവ്, മിഷിഗൺ, പൂയം നക്ഷത്രം, 2 വർഷമായി നല്ല ജോലിയില്ല എന്നുള്ളതാണ്. നോ സെക്യൂർ ജോബ് എന്നുള്ളതാണ് പറഞ്ഞിരിക്കുന്നത്. ഫൈനാൻഷ്യലി നോട്ട് ഗുഡ്. എ ലോട്ട് ഓഫ് എക്സ്പെൻസസ് ഇൻ ദ ലാസ്റ്റ് 3 years and I am in financial troubles. What is the way out? Please let me know what I can do. വളരെ ലളിതമാണ് മിസ്സസ് സീന ദേവ്. ജപിക്കുക, ദിവസവും ജപിക്കുക. കനകധാരാ സ്തോത്രം ദിവസവും ജപിച്ചോളൂ. മഹാലക്ഷ്മി സങ്കല്പത്തിൽ മഹാലക്ഷ്മിയുടെ രൂപം മനസ്സിൽ ഇങ്ങനെ ധ്യാനിച്ചുറപ്പിച്ച് ജപിച്ചോളൂ. അംഗം ഹരേ പുളകഭൂഷണമാശ്രയന്തി ഭൃംഗാംഗനേവ മുകുളാഭരണം തമാലം. ഈ കനകധാരാ സ്തോത്രം ഭക്തിപൂർവ്വം കിഴക്ക് ദർശനമായിട്ട് ജപിച്ചോളൂ. സാമ്പത്തികമായിട്ടുള്ള പ്രയാസങ്ങളൊക്കെ നീങ്ങും എന്നുള്ളതിൽ സംശയം ഒന്നും തന്നെ വേണ്ട. ശ്രീമതി സീനാദേവ് വളരെ നല്ലൊരു സ്ഥാനത്തെത്തും എന്നുള്ളതിലും സംശയം വേണ്ട. വരുന്ന 9 മാസത്തിനകം തന്നെ അത് അനുഭവേദ്യമാകും. ഇപ്പോൾ തന്നെ യു ആർ ലൈക്ലി ടു ഗെറ്റ് എ വെരി ഗുഡ് പോസ്റ്റിംഗ് ആൻഡ് ഫിനാൻഷ്യലി യു വിൽ ബിക്കം വെരി സൗണ്ട് and you will be very happy to, and all the relationships will be good going. This is the period for good going and everything will come out very well. എല്ലാ ഐശ്വര്യങ്ങളും വരട്ടെ. ഓം ശ്രീ വിഘ്നേശ്വരായ നമഃ. ഇന്നത്തെ ജ്യോതിഷ പ്രോഗ്രാം ഇവിടെ പൂർണ്ണമാകുന്നു. എല്ലാ ആഴ്ചയും ഈ പ്രോഗ്രാം വാച്ച് ചെയ്യുക. ജനിച്ച ഡേറ്റ്, മാസം, വർഷം, സമയം, സ്ഥലം, നക്ഷത്രം, എന്താ അറിയേണ്ടത്, ഇത്രയും കാര്യങ്ങൾ വ്യക്തമായിട്ട് എഴുതിയിട്ടുണ്ടാവണം. ഈ പ്രോഗ്രാമിലൂടെ മറുപടി നൽകുവാൻ ശ്രമിക്കാം. എല്ലാ ഐശ്വര്യങ്ങളും വരും. ഓം ശ്രീ വിഘ്നേശ്വരായ നമഃ. നമസ്കാരം.